മാതൃഭൂമി എം പി ശ്രേയംസ് കുമാർ എൻ്റെ അടുത്തൊരു സുഹൃത്താണ്. എല്ലാ വർഷവും കായിലേക്ക് എന്നെ ക്ഷണിക്കും. കാര്യം ഈ പരിപാടി മാതൃഭൂമി തത്സമയം സംപ്രേഷണം ചെയ്യുമ്പോൾ 24-ന്റെ പരിപാടി ഔട്ടാക്കാനുള്ള ബുദ്ധിപൂർവമായ ഗൂഢാലോചനയാണ് ഇതിൻ്റെ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, 24-കാരോട് പറഞ്ഞിട്ടുണ്ട്, മാതൃഭൂമിയുടെ അനുവാദം വാങ്ങിച്ചിട്ട് ആ സമയത്ത് നിങ്ങൾ ഒന്ന് ലൈവ് കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട് സൂത്രത്തിൽ. അത് മിക്കവാറും ചെയ്യും. മത്സരം അത്രയും കൂടുതലാണ്. അപ്പൊ നമ്മൾക്ക് പ്രധാനപ്പെട്ട കാര്യം, ഇവര് ആൾക്കാര് തമാശക്ക് പറയുന്നതാണെങ്കിലും പ്രിയദർശൻ, ജി സുരേഷ് കുമാർ, മണിപിള്ള രാജു, എം ജി ശ്രീകുമാർ, മോഹൻലാൽ, ഈ സംഘമെല്ലാവരും ട്രിവാൻഡ്രം ബെൽറ്റായിട്ട് അറിയപ്പെടും. അപ്പോ പ്രിയൻ ശരിക്കും കേരളത്തിന്റെ അതിരൊക്കെ വിട്ട് ബോളിവുഡിലേക്കൊക്കെ പോയതിനു ശേഷവും അദ്ദേഹത്തിന് ആരും കാണുമ്പോൾ ഹിന്ദി സിനിമയെ കുറിച്ചല്ല ചോദിക്കുന്നത്, തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ചോദിക്കുന്നത്. കാര്യം അത്ര തിരുവനന്തപുരമായിട്ട് അലിഞ്ഞു ചേർന്നൊരു മാനസികാവസ്ഥ അദ്ദേഹത്തിനുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ സുരാജ് വഞ്ഞാറമ്മൂട് തിരുവനന്തപുരം ഭാഷ പ്രശസ്തമാക്കുന്നതിന് മുമ്പ് അദ്ദേഹം കാട്ടാക്കട നെയ്യാറ്റിൻകരയിൽ കിടന്ന് കറങ്ങുമ്പോൾ തനി കവടിയാർ തിരുവനന്തപുരമായി കിടന്ന് കറങ്ങിയ ആളാണ് മണിപിള്ള രാജു. തിരുവനന്തപുരം ലാംഗ്വേജ് ഇതോ ഞാൻ ആലോചിക്കാൻ, ഞാൻ പ്രിയനോട് ചോദിക്കുകയായിരുന്നു, ഇവിടെ ആകെപ്പാടെ നമുക്ക് ഒരു പ്രൊഡ്യൂസറേ ഉള്ളൂ, പുള്ളി കാണുന്നില്ലല്ലോ. അപ്പോൾ ഈ സുരേഷ് കുമാർ എത്തി. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഒരു ഏറ്റവും സന്തോഷകരമായ ഒരു രാമുഖമായിട്ട് പറയുമ്പോൾ, ഇവർ തിരുവനന്തപുരത്ത് കിടന്ന് അടിച്ച് കളിച്ചു വളർന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ സിനിമയിൽ എത്തിയപ്പോഴും ഇവരൊരു വലിയൊരു സംഘമായിട്ട്, ചിലപ്പോഴൊക്കെ ഒരു കുടുംബത്തിന്റെ സ്വഭാവം, ചിലപ്പോൾ സുഹൃത്തുക്കളായിട്ടും ചിലപ്പോൾ ശത്രുക്കളായിട്ടും ഒക്കെ ഇവർ സിനിമയിലും ഉണ്ട്. അതുപോലെ അപ്പോൾ ഈ മലയാള സിനിമയിൽ ഒരു ട്രിവാൻഡ്രം ബെൽറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ രൂപപ്പെട്ടതും അത് പ്രിയദർശൻ പറയും എൻ്റെ കാര്യങ്ങൾ. കാരണം ഇവർ ഈ മദ്രാസിലെ ഇവരുടെ എല്ലാ ജീവിതത്തിൽ, ഞാൻ കെ സി നാരായണനോട് പറയുകയായിരുന്നു, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഒന്നാം പകുതിയുണ്ട്. സ്വാമീജി റോഡിൽ താമസിക്കുകയും മദ്രാസിലെ പൈപ്പിൽ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്ത അനുഭവം ഇവർക്ക് ഉൾപ്പെടെ, മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ പലപ്പോഴും രണ്ടാം പകുതിയാണ് അറിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവരുടെ രണ്ടാം പകുതിയുടെ അവസരം അറിയുന്നത്. നമ്മളിപ്പോൾ ഒരു ഡെഡ് ബോഡി കാണാൻ പോയാൽ ഒരാൾ മൂക്കി പഞ്ഞി വെച്ച് കിടക്കുന്ന ദൃശ്യമായിരിക്കും നമ്മുടെ മനസ്സിൽ പതിയും. പിന്നെ ആ മനുഷ്യനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ആ മൃതദേഹമായിരിക്കും നമ്മുടെ മനസ്സിൽ. അതുകൊണ്ട് മൃതദേഹങ്ങൾ കാണാതിരിക്കുന്നതായിരിക്കും പലപ്പോഴും ബുദ്ധി. പിന്നെ മാർഗമില്ല, നമ്മുടെ നാട്ടിൽ ഇത് പോയേ പറ്റൂ, കൾച്ചറിന്റെ ഭാഗമാണ്. ഞാൻ പറയാൻ വന്നത്, ഒരിക്കൽ ഞാൻ മോഹൻലാലിനോട് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരാളിന്റെ ക്ലാസ്മേറ്റ് ആകുക എന്നുള്ളതാണ്. കാരണം ഒരു ക്ലാസ്സിൽ, ഏതെങ്കിലും ഒരു കോളേജ് ക്ലാസ് മുറിയിൽ ഒരു 40 കുട്ടികളുണ്ടെങ്കിൽ ആ 40 കുട്ടികൾ എന്തോ ഒരു നിയോഗം പോലെയാണ് ഈ ക്ലാസ്സിൽ ബന്ധപ്പെടുന്നത്. നമ്മുടെ അടുത്ത വലത്ത് ഇരിക്കുന്ന കുട്ടി ഭാവിയിൽ ആരാകുമെന്നോ, ഇവർ ആരുടെ മകനാണെന്നോ, ഇവർ ഏത് കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട ആളാണെന്നോ ഒന്നും നമ്മൾ അന്വേഷിക്കാറില്ല. പക്ഷെ ഇവൻ നമ്മൾ ഒന്നിച്ച് വളരുന്നു, കുറച്ച് കഴിയുമ്പോൾ ജീവിതത്തിന്റെ ഒരു വെളിപ്പറമ്പത്ത് നമ്മൾ മറ്റു ചിലതൊക്കെ ആയി മാറുന്നു. അതാണ് ഇവരുടെയും കഥ. ഇവരൊക്കെ പലരും ഒരേ ക്ലാസ്സിൽ, ഇപ്പോൾ പ്രദീപ് എന്ന് പറഞ്ഞൊരു കക്ഷി ട്രിവാൻഡ്രത്തുണ്ട്, ഇടപഴഞ്ഞൊരു പമ്പുണ്ട്, നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ആ പ്രദീപൊക്കെ മോഹൻലാലിന്റെ ക്ലാസ്മേറ്റ്സ് ആണ്. ഇവർക്ക് ഒരുപക്ഷെ ഇവരുടെ സിനിമയിലെ ഇതിവൃത്തവും ഇവരെ ഉണ്ടാക്കിയ സിനിമാ സംരംഭങ്ങളും എല്ലാം ഇവരുടെ ഈ മാനസികമായ ഇഴയെടുപ്പും സൗഹൃദവും ഇവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന് തിരുവനന്തപുരത്തിന്റെ കാറ്റും മണവും ഗന്ധവും ഇവർക്ക് ഒരുപാട് പ്രേരണശക്തി ആയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കറിയാം, ഇതിനിടയിൽ തിരുവനന്തപുരത്തുകാരല്ലാത്ത ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കറിയാം. ഈ തിരുവനന്തപുരത്തിന്റെ ഭാഗ്യദോഷം എന്താണെന്നറിയാമോ? ഈ ഇവിടെ മറ്റുള്ള ജില്ലകളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ തിരുവനന്തപുരത്തുണ്ട്. എന്നാൽ അവർ നിരന്തരം ഈ ജില്ല ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും തിരുവനന്തപുരത്ത്. എന്നാൽ ഇവരോട് നിങ്ങളങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞാൽ ഒറ്റയാണ് തിരുവനന്തപുരം വിട്ടു പോകുന്നത്. ഇവിടുത്തെ ഗുരുവായൂർ ഹോട്ടലിലെ കഞ്ഞി ചുട്ട പപ്പടവും കഴിച്ച് 3 രൂപയ്ക്ക് കഞ്ഞി കുടിച്ചിട്ട് ഇവിടെ തന്നെ കാണും. പിന്നെ അത് ചെറുതായിട്ട് കാണണ്ട. ഈ ഗുരുവായൂരപ്പൻ ഹോട്ടലിലെ കഞ്ഞിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ കഞ്ഞി കുടിച്ചാൽ രാഷ്ട്രപതി മന്ദിരത്തിൽ വരെ പോയി. ഇന്ത്യൻ രാഷ്ട്രപതിയായി APJ അബ്ദുൽ കലാം. അവിടുത്തെ ചുട്ട പപ്പടം കഴിച്ചില്ലായിരുന്നു ഇവിടുത്തെ അദ്ദേഹം രാഷ്ട്രപതി ആവത്തില്ലായിരുന്നു. നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്ന് പോയി നോക്കും, മലയാളി വല്ലതും തരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതൊക്കെയാണ് അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയദർശന്റെ ചലച്ചിത്ര ജീവിതത്തിൽ ഒരു വലിയ സംഭവം ഇനി ഉണ്ടാക്കാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ 100ാമത്തെ സിനിമ വരിക. അപ്പോൾ ഒരുപക്ഷെ ഒരു നമ്മുടെ നാട്ടിലുണ്ടായ ഒരു ചലച്ചിത്ര സംവിധായകൻ, ഒരു അച്ഛൻ കൊടുത്ത ഒരു പുസ്തക ശേഖരത്തിൽ നിന്ന് കാര്യങ്ങൾ ഉരുവിട്ട് പഠിക്കുകയും ഒരു കഥാപശ്ചാത്തലത്തിലൂടെ മനസ്സിനെ വ്യാപരിപ്പിക്കാൻ ചെയ്ത ഒരാൾ ഇന്ത്യൻ സിനിമയുടെ തന്നെ ഏതാണ്ട് മുകളിലെത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു ആണ്. നമുക്ക് പ്രിയദർശനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് അഭിമാനിക്കാം. നമ്മളെപ്പോഴും എന്താണ്, ഞാൻ ഡൽഹിയിൽ ഒരു കെ കരുണാകരൻ ജീവിച്ചിരുന്ന കാലത്ത് കേരള ഹൗസിൽ കണ്ട ഒരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഇന്നും സന്തോഷം പകരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഈ കെ കരുണാകരൻ എന്ന് പറയുന്ന മനുഷ്യനെ കാണാനായിട്ട് അത് 232 തോന്നുന്നതിന്റെ മുറിയുണ്ട്. അതിന്റെ വരാന്തയിൽ നിൽക്കുന്ന ആൾക്കാരെ ഞാൻ നോക്കി, ചരപ്പവറൊക്കെ ഉണ്ട്, ക്യൂ നിൽക്കുക ഇങ്ങനെ കാണാനായിട്ട്. ഞാൻ ഇരുന്ന് കണ്ടുവന്നു.
നമ്മുടെ കരുണാകരനെ കാണാൻ ഇവനൊക്കെ അങ്ങോട്ട് കുറച്ച് ക്യൂ നിൽക്കട്ടെ, കുറച്ച് സമയം കഴിഞ്ഞ് കാണിച്ചാൽ മതി എന്ന് നമുക്ക് പറയണമെന്നുണ്ട്. നമുക്ക് അതിനൊന്നും പരിചയമില്ല എന്ന് പറയുന്ന പോലെ പ്രിയദർശൻ എന്ന് പറയുന്ന സംവിധായകന് ഇന്ത്യൻ സിനിമാ ലോകം തിരിച്ചറിയുമ്പോൾ ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തേക്കും വമ്പൻ ഹിറ്റുകൾ സമ്മാനിക്കാൻ പ്രിയന് കഴിഞ്ഞു. അതൊരു വലിയ സംഭവമാണ്. എന്നാൽ പ്രിയദർശന്റെ വിജയത്തിന്റെ പിന്നിൽ ഈ ജി സുരേഷ് കുമാറിനെ പോലുള്ള ആളുകൾ, മോഹൻലാലിനെ പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. ഞാൻ പ്രിയദർശൻ തുടങ്ങുകയാണ്. പ്രിയദർശൻ ഒരു പക്ഷേ ഒരിക്കലും ആലോചിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തിലാണ് ഞാൻ തുടങ്ങുന്നത്. അതായത് 1ാമത്തെ സിനിമ പൂച്ചക്കൊരു മൂക്കുത്തിയായിരുന്നു അല്ലേ സാർ? 100ാമത്തെ സിനിമ മോഹൻലാലിനെ നായകനാക്കിയിട്ട് പൂച്ചക്കൊരു മൂക്കുത്തിയുടെ സിനിമാ നിർമ്മാതാവ് സാക്ഷാൽ ജി സുരേഷ് കുമാറാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ വിഷമം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയപ്പെടുന്ന മേനക സുരേഷ് എന്നാണ്. ഒരാവശ്യമില്ലാത്ത പണിയില്ല. ഈ സുരേഷ് കുമാർ ആയിരുന്നു അല്ലേ? ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്നത് സുരേഷ് കുമാർ ഇത്രയും സിനിമയൊക്കെ നിർമ്മിച്ച പുള്ളി വീട്ടിലൊക്കെ ഇങ്ങനെ എയർപോർട്ടിലൂടെയൊക്കെ നടന്നു ചെല്ലുമ്പോൾ ഒരു കീർത്തിയുടെ അച്ഛനല്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്താ ചെയ്യുക, ഒരു രക്ഷയില്ല. മാത്രമല്ല കീർത്തി 1 കോടി 2 കോടി 3 കോടിയൊക്കെ പ്രതിഫലം വായിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ ആളുകൾ എഴുതി വിടുന്നുണ്ട്. എനിക്ക് തന്നെ ഈ ഇടയ്ക്ക് ഒരു ഓൺലൈനിൽ ഒരാൾ എഴുതി വെച്ച് എനിക്ക് 30 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. ഞാനൊരു ലൈവ് നിന്നുകൊണ്ട് എൻ്റെ കൺട്രോൾ പോയി. ഞാൻ ചോദിച്ചു ഈ ബാക്കി പൈസ എഴുതിയവൻ്റെ അപ്പൻ തരുമെന്ന് ചോദിച്ചു. ഇതിനല്ല വേറെ നമ്മൾ പറയും ബാക്കി പൈസ ആരും തരും. ഞാൻ ലൈവിലങ്ങ് പോയി. അപ്പോൾ എന്നോട് പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞ് തങ്കട്ട് പിടിക്കാൻ പാടില്ല, പ്രശ്നങ്ങളുടെ മര്യാദയ്ക്ക് ചോദിച്ചതല്ല. ഞാൻ ഇതുപോലെ വൃത്തിയോട് പറയുന്നതിനോട് വേറെ എന്താ പറയുന്നതെന്ന് ചോദിച്ചു. 30 ലക്ഷം രൂപ എനിക്ക്. മാത്രമല്ല ഇന്ന് കുഴപ്പമെന്നറിയോ, ഈ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ക്യാൻസർ രോഗി എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു 30 ലക്ഷം രൂപ ശമ്പളം ഉണ്ടോ? ആ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ക്യാൻസർ ചികിത്സ ഏറ്റെടുത്തൂടെയെന്ന് ചോദിച്ചു. എത്ര ആൾക്കാരത് ചോദിക്കുന്നത്? ഇവനുണ്ടാക്കുന്നത് പൊല്ലാപ്പ് ചില്ലറയല്ല. അപ്പൊ ഞാൻ പറയാൻ വന്നത് പ്രിയദർശൻ എല്ലാ അങ്ങനെയുള്ള സ്വാതന്ത്ര്യവും സൗഹൃദവും വെച്ചുകൊണ്ട് ഞാൻ അങ്ങനൊരു ചോദ്യം ചോദിക്കുക. 1ാമത്തെ സിനിമ സുരേഷ് കുമാർ നിർമ്മിച്ചു. 100ാമത്തെ സിനിമ നായകൻ മോഹൻലാൽ. ഉറപ്പിച്ചോ? മോഹൻലാലാണ് നായകൻ, ഉറപ്പിച്ചു. സുരേഷ് കുമാർ ആയിരിക്കും നിർമ്മാതാവ്. ഈ സുരേഷ് കുമാർ ആയിരിക്കും നിർമ്മാതാവ്. സുരേഷ് കുമാറിന്റെ പൈസ ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇതൊരു സൗഹൃദത്തിന്റെയാണ്. അയാൾ ഏറ്റവും സന്തോഷം കൈ കൊടുക്കും. നിങ്ങളുടെ കാര്യം നന്നായി. കാരണം ഇവരുടെ സൗഹൃദം എന്ന് പറഞ്ഞാൽ അത്ര ആഴത്തിൽ പേരോട് എനിക്ക് അതിൽ ഇവരോട് അസൂയുണ്ട്. ഇവരെയൊക്കെ നേരത്തെ പരിചയപ്പെടാൻ പറ്റിയിട്ടുള്ളൂ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇങ്ങനെ ഒരു 6-7 പേര് തിരുവനന്തപുരത്ത് നമുക്ക് ആ അരുജ്യോതിയുടെ വരാന്തയിലൊക്കെ വെച്ച് അവർ എപ്പോഴും കാണാമായിരുന്നു ഒരു കാലത്ത്. അവരാണ് ഈ ബോളിവുഡിലൊക്കെ കിടന്ന് കളിക്കുന്നത്. അപ്പൊ എന്തായാലും സുരേഷ് കുമാർ ഈ പ്രതിഫലമൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. പഴയ കാശ് കൊടുത്താൽ പോരെ മോഹൻലാലിന്റെ അബദ്ധം പറ്റരുത്, നിങ്ങൾക്ക് വിജയിപ്പോവാം അല്ലാതെ സംവിധായകന്റെ പ്രതിഫലമൊക്കെ വളരെ കൂടിയിട്ടുണ്ട്. പണ്ട് 1000 രൂപ തിരികെ വെച്ച് കൊടുത്തതിന് രക്ഷപ്പെടുന്ന സംവിധായകന്റെ അടുത്തുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു 100ാമത്തെ സിനിമയിലെത്തുമ്പോൾ അങ്ങ് കടന്നു വന്ന വഴികളിലൂടെ ഈ തിരുവനന്തപുരം നഗരം എങ്ങനെയാണ് സ്വാധീനിച്ചത്? ഒന്നാമത്തെ കാര്യം 100ാമത്തെ സിനിമയിൽ എത്തുമോ എന്ന് എനിക്കറിയില്ല. കാര്യം നമ്മള് നാളെ എന്ത് നടക്കുന്നു എന്നതിനെ കുറിച്ച് അല്പം ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാളാണ് ഞാൻ. കാര്യം എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്ന പല ആളുകളുടെയും അനുഭവങ്ങളും എല്ലാം വെച്ചിട്ട്. പിന്നെ 100ാമത്തെ സിനിമ ഞാൻ ഇപ്പോൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടി അഹമ്മദാബാദിൽ നിന്ന് വന്നാണല്ലോ. ഇവിടെ വോളണ്ടറി ആയിട്ട് എന്നോട് ചോദിച്ചു വീടാനാന്ന് പറഞ്ഞു. ഈ ശ്രേയംസിന്റെ ബുദ്ധി അപാരമാണ്. ഇവിടുന്നുള്ള ആളെ ഇറക്കുമതി ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഈ പാലസിൽ ഒരുപാട് ഓടിക്കളിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. സോ ഷി വാസ് ഷോക്ക്ഡ് ആക്ച്വലി. സർ പക്ഷെ നിങ്ങൾ യു ആർ ഡൂയിങ് ഹിന്ദി ഫിലിംസ്. ഞങ്ങൾ അത് സംഭവിച്ചു പോയ കാര്യമാണ്. അപ്പോൾ ഇതൊരു നല്ല യാത്രയായിരുന്നു. ഇപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് പറയാവുന്ന ഒരു വലിയ ഈ മറക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ രാജു, ഞാൻ, സുരേഷ്, മോഹൻലാൽ, ജഗദീഷ് ശിവകുമാർ, ജഗദീഷ്, പ്രദീപ്, ഈ സിനിമയിലുള്ള ഈ ജഗദീഷ് ശിവകുമാർ, ജഗദീഷ്, പിന്നെ മോഡൽ സ്കൂൾ, ഈ ഞങ്ങൾക്കെല്ലാം കോമൺ ആയിട്ട് വേണു നാഗവള്ളി, സോ എം ജി ശ്രീകുമാർ, ഓൾ ഓഫ് us, വേണിച്ചേട്ടൻ നമ്മളെ കണ്ട് ചെയ്യും. ഞങ്ങളെല്ലാം ഏകദേശം ഒരേ കാലത്താണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മോഡൽ സ്കൂളിൻ്റെ പടിയിറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ മോഡൽ സ്കൂൾ ജീവിതമാണ് ഒരിക്കലും മറക്കാൻ പറ്റുന്നത്. അതാണ് ഇവിടെ ഇരിക്കുന്ന ഞാൻ ഓർക്കുന്നത്. സോ ഈ സ്കൂളിൽ നിന്നാണ് ഞങ്ങളെല്ലാവരും പുറത്തു വന്നത്. ഒരു പക്ഷേ അവിടുത്തെ ഞങ്ങളുടെ മാഷന്മാരുടെ അനുഗ്രഹം കൊണ്ടായിരിക്കാം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരേ ഫീൽഡിൽ വരികയും
ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലൊക്കെ മുകളിലേക്ക് യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുകയും ചെയ്തു. പക്ഷെ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഇങ്ങനെയല്ല. ഇപ്പോൾ എല്ലാവരുടെയും പോക്കറ്റിൽ ഒരു ക്യാമറ ഉണ്ട്. അന്നൊരു ക്യാമറയുടെ പുറകിൽ എത്തണമെങ്കിൽ മദിരാശി പോകണം, അവിടെ താമസിക്കണം. അവിടെ നിന്ന് എത്തിപ്പെടാൻ വെറും ആഗ്രഹം മാത്രമേ ഉള്ളിലുള്ളൂ. എങ്ങനെ എത്തിപ്പെട്ടു എന്ന് അറിയാം. കയ്യിൽ പൈസ ഉണ്ടായിരുന്നു ഇല്ല, കയ്യിൽ കാശുമില്ല. പക്ഷെ എങ്ങനെയൊക്കെയാണ് തല്ലിക്കൂട്ടി ഉണ്ടാക്കും പോകാനുള്ള രീതിയിൽ. എനിക്കറിയാം, ഞാൻ നിങ്ങളുടെ ഈ ബാല്യ ബഹുമാനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ മദ്രാസിലെ പൈപ്പിൽ വെള്ളം കുടിക്കേണ്ട അവസ്ഥയൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ അന്നത്തെ വെള്ളം ശുദ്ധജലമായിരുന്നു. അന്ന് ശുദ്ധമാണോ ഇല്ലെന്ന് നമുക്കറിയേണ്ട കാര്യമില്ല. ദാഹം തീർന്നോ കുടിക്കാന്നുള്ളതാണ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ആ യാത്ര നമ്മളിപ്പം ഓർക്കുമ്പോൾ സുഖമാണ്. അന്ന് തേർഡ് ക്ലാസ് ഭക്തൊന്നും കിട്ടില്ല. അവിടെ എനിക്കിപ്പോഴും ഓർമ്മ, ഞങ്ങൾ ആരോട് പേപ്പറൊക്കെ വിരിച്ചിട്ടുണ്ട് അവിടേക്കൊക്കെ പോയത്. ഞങ്ങള് മദ്രാസ് യാത്ര എന്ന് പറയുന്നത് കയ്യിൽ കാശൊന്നും ഇല്ലെങ്കിലും ആ ട്രെയിനിൽ കയറുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ടുള്ള കാര്യമാണ്. പക്ഷെ യാത്രയ്ക്ക് ഒരു സുഖമുണ്ടായിരുന്നു. കാര്യം വെച്ചാൽ ഭയങ്കര കഷ്ടപ്പെട്ട യാത്രയാണ്. എങ്കിലും ഒരു പ്രായമുണ്ട് ഇവിടെ അന്നത്തെ ഞങ്ങളുടെ പ്രായമുള്ള ഒരുപാട് കുട്ടികൾ ഇവിടെയുണ്ട്. അവരൊക്കെ ഇവിടെ ബേസിക്കായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് പോലും അന്നത്തെ ഞങ്ങളുടെ മാനസികാവസ്ഥയോടെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തൊരു സമയത്ത് നമുക്ക് അതാണ് ഏറ്റവും നല്ല പ്രായം. ഒന്നും നഷ്ടപ്പെടാനില്ല. ഒന്നും സംഭവിക്കാം. ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഈ മുംബൈയും അതുപോലുള്ള വലിയ വലിയ നഗരങ്ങളിലേക്ക് സിനിമയുടെ നിർമ്മാണവുമായിട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ തിരുവനന്തപുരത്തേക്ക് മാടി വിളിക്കാനുള്ള കൗതുകമുള്ള കാര്യമുണ്ട്? പെട്ടെന്ന് ഓർമ്മിക്കും. ഇല്ല, എൻ്റെ മെയിൻസായിട്ടുള്ള സംഭവിച്ചാൽ എനിക്ക് മറ്റൊരിടത്ത് സുഹൃത്തുക്കളില്ല. ഇവിടെ മാത്രം സുഹൃത്തുക്കളുണ്ട്, വേറെ എങ്ങുമില്ല. ഒരിടത്ത് ബാക്കി എല്ലാ പരിചയക്കാരെ ഇല്ല. എനിക്ക് അറിയുമെന്ന് അറിയത്തില്ല. ഈ വടക്കൻ കേരളത്തിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ രഹസ്യമായിട്ട് അവർ പറയുന്നൊരു കാര്യം, ഒരു തെക്കനെയും ഒരു മൂർഖമ്പാമ്പിനെയും കണ്ട ആദ്യം തെക്കനെ തല്ലിക്കൊല്ലണമെന്ന് പറയും. എനിക്ക് കേട്ടണമെന്നല്ല. തിരുവനന്തപുരത്തുകാരെ കുറിച്ചും അത്ര നല്ല അഭിപ്രായമില്ല. തിരുവനന്തപുരത്തുകാരെ കുറിച്ച് എന്നല്ല, കേരളത്തിലുള്ളവരൊക്കെ പൊതുവെ അത്ര അഭിപ്രായം ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് നമ്മളെ കുറിച്ച് നല്ല അഭിമാനമാണ്. അല്ല, നിങ്ങൾ സൂക്ഷിച്ച് ആൾക്കാരെ അഭിനയിപ്പിക്കാൻ വിളിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. അതായത് ഒരുപാട് പുതിയ ആൾക്കാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മണിപ്പിള്ളയെ പോലെ അദ്ദേഹത്തിന് നേരത്തെ പരിചയമില്ലെന്ന് വയ്ക്കുക. ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞു, ഞാനൊരു തിരുവനന്തപുരത്തുകാരൻ, അങ്ങനെ അത്യാവശ്യം തിരുവനന്തപുരം പറഞ്ഞ ആളാണ്. തിരുവനന്തപുരത്തുകാരനാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിഫറൻസ് കിട്ടുമോ? ഒരു സിനിമയിൽ പ്രിഫറൻസ് കിട്ടുമോ? ഈ ഒരു ലോക്കലൈസേഷൻ പറഞ്ഞ പ്രിഫറൻസ് ഒന്നുമില്ല. എന്നാൽ അപ്പൊ പിന്നെ കുതിരവട്ടം പോ തിരുവനന്തപുരത്തുകാരനല്ലല്ലോ, ഒരുപാട് സിനിമ. അപ്പോൾ ഞാൻ രാജ്യത്തിലേക്ക് വരാം. ശ്രീ മണിമുള്ള രാജൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിട്ട് പണി കൊടുത്തിട്ടാണ് പുള്ളി ഈ രംഗത്തേക്ക് വരുന്നത്. അല്ലേ? വേറെ ഒന്നുമില്ല. അദ്ദേഹം ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്തത് ചെറിയ ആളല്ല. പ്രിയദർശനൊക്കെ ആലോചിക്കുന്നതിന് മുമ്പേ മോഹൻലാലിനെ ഡയറക്റ്റ് ചെയ്യാൻ അവസരം കിട്ടും. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുരാജിന്റെ പേരിലാണ് ഈ തിരുവനന്തപുരം ഭാഷ ഇപ്പൊ അറിയപ്പെടുന്നത്. കാട്ടാക്കടയ്ക്ക് അപ്പുറമുള്ള യഥാർത്ഥ തിരുവനന്തപുരം നിങ്ങൾ ബേബി ശ്രീകുമാറുമായി അല്ലേ? അപ്പൊ അത് ആ ഭാഷയുടെ ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. നിങ്ങൾ ചരിത്ര സ്ഥാനം പിടിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ സിനിമകളിലും ഫോളോ ചെയ്തില്ല. അത്യാവശ്യം വേണ്ട പടങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. സംസാരിച്ച തിരുവനന്തപുരത്തുകാരെന്ന് അറിയാൻ പറ്റും. അതറിയാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് രാപ്പി എന്ന് പറയുന്നത് എങ്ങനെയുണ്ട്? ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന മലയാളിയാണെന്നാ പറഞ്ഞിട്ടുണ്ടോ? അല്ല ഈ നമ്മുടെ പ്രിയദർശന്റെ സിനിമകളിലൊക്കെ നിങ്ങൾ അഭിനയിക്കുമ്പോഴേ, കാരണം അദ്ദേഹത്തിന് പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് മനസ്സ് പറിച്ചു നടാൻ ഈ ലാംഗ്വേജ് ഉപകരിക്കുമല്ലോ. നിങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ടോ? അല്ല, പ്രിയനെ പറയുമ്പോൾ തന്നെ ട്രിവാൻഡ്രം ലാംഗ്വേജിലുള്ള കഥാപാത്രമാണ് അത് പറഞ്ഞത്. ഞാൻ വന്ദനത്തിൽ അഭിനയിക്കുന്ന ട്രിവാൻഡ്രം ക്യാരക്ടറല്ല, ബാംഗ്ലൂർ സെറ്റിലായിരുന്നു മലയാളികൾ. അപ്പൊ അതിന് അങ്ങനത്തെ ഒരു ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ പൈതൃകത്തിൽ നമ്പൂതിരി ഭാഷ, പ്രിയന്റെ തന്നെ അദ്ഭുതത്തിൽ നമ്പൂതിരി ഭാഷ ഒക്കെ ഉണ്ട്. അത് അതിലുണ്ട്. എല്ലാത്തിനും ട്രിവാൻഡ്രം ഭാഷ ഒന്നും വെച്ച് നടത്താൻ പറ്റില്ല. ആദ്യം സുരാജ് വെഞ്ഞാറും കൂടെ അങ്ങനെ ആയിരുന്നെങ്കിലും പിന്നെ സ്റ്റൈല് മാറ്റണം. അങ്ങനെ സ്റ്റൈല് മാറ്റാതെ ത്രൂഔട്ട് സക്സസ്ഫുൾ ആയിട്ട് പിടിക്കുന്നതാണ് പപ്പുവട്ടനാണ്. ഈ ചിലപ്പോൾ ഈ ചില സംവിധായകരൊക്കെ നമ്മളിപ്പോൾ ക്ലാസ്മേറ്റ്സ് ആയിരിക്കും കൂടെ പഠിച്ചവരായിരുന്നു. പക്ഷേ ഈ സംവിധായകന്റെ തൊപ്പി തലയിൽ കയറിയ ആള് മാറും. പ്രിയദർശൻ എങ്ങനെയായിരുന്നു? വ്യത്യാസമൊന്നുമില്ല. കണ്ണാടി ഫ്രെയിം മാത്രം കൂടെ മാറ്റിട്ടുണ്ട് പൈസ.
നിങ്ങൾക്ക് അത്യാവശ്യം അറിയപ്പെട്ട രീതിക്കാരാണ്. നിങ്ങൾ നല്ല കഴിക്കുമെന്നാണ് കേട്ടുള്ളൂ. നല്ല ഭക്ഷണം കഴിക്കുന്നത് ഞാൻ മതിയല്ല, അത് ഭക്ഷണം. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ ഭക്ഷണം വേറെ കിട്ടാൻ സാധ്യതയില്ലല്ലോ. നിങ്ങൾ തിരുവനന്തപുരത്തെ ഭക്ഷണം ഇവിടെ കിട്ടുന്നില്ലല്ലോ എന്ന് വേവലാതിപ്പെടുന്ന ഏത് ഭക്ഷണം ഓർക്കാം? അങ്ങനെയല്ല, എന്റെ തിരുവനന്തപുരം ആദ്യം ആമാശയത്തെ തിയറിയെ കുറിച്ചൊന്ന് പറയും. പണ്ട് കാലത്തെ കുറിച്ചാണ്, ഇപ്പോഴത്തെ ചോദ്യമല്ല. ആമാശയം തീറ്റി എത്ര റേഞ്ച് വരെ? അല്ല, അങ്ങനെയല്ല. എൻ്റെ പണ്ട് ആൾക്കാർ ചോദിക്കുന്നത് ഏത് റേഷൻ കടയിലുള്ള റേഷൻ വാങ്ങുന്ന തരി. പക്ഷേ ആ പറഞ്ഞിപ്പോൾ നിന്നപ്പോൾ എനിക്ക് 2 ദിവസം മുമ്പ് ക്യാൻസർ വന്നപ്പോൾ 16 കിലോ കുറഞ്ഞു. അപ്പോൾ ഈ റേഷൻ കാർഡിൻ്റെ കാര്യം ആദ്യം ഇപ്പോൾ ചോദിക്കുന്നില്ലെന്നുള്ള കാര്യം എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഈ എൻ്റെ തിരുവനന്തപുരം എന്നുള്ള ഒരു റൈറ്റപ്പ് വേണം. അങ്ങനെ 10 പേരിൽ നിന്ന് എടുത്തപ്പോൾ എങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ തിരുവനന്തപുരം ഞാൻ ഇത് റൈറ്റപ്പ് കേത്തലിൻ്റെ കടയെക്കുറിച്ചാണ്. ചാരയുടെ ചിക്കൻ അവിടെ പോകാതെ ഇന്നും ഉണ്ട് ആ ചിക്കൻ, കേത്തൽ ചിക്കൻ. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ആ പത്രത്തിൽ വന്നത് അവരോട് വലുതായിട്ട് പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് സൗജന്യ ഡിസ്കൗണ്ട് ഒന്നുമില്ല കേട്ടോ. പക്ഷെ ആ രുചി നമുക്ക് ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ഒരിക്കലും വന്ന് കഴിച്ചിട്ട് നമുക്ക് മറക്കാൻ പറ്റില്ല. ഈ മലയാള സിനിമയിൽ മണിമുള്ള രാജു എന്നൊരു റെക്കോർഡുണ്ട്. ഇന്നത്തെ വേൾഡ് റെക്കോർഡിലൊക്കെ വേണ്ട, പക്ഷേ പുസ്തകക്കാർക്ക് ഇങ്ങനെ ശരിക്കും മനസ്സിലായില്ല. അതായത് മലയാള സിനിമ ലൊക്കേഷനിൽ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കാൻ താല്പര്യമുള്ള പ്രൊഡ്യൂസറാണ്. അത് കൊടുക്കാറുണ്ട്. മാത്രമല്ല ഈ ചിക്കൻ്റെ കാലുകളൊക്കെ പറിച്ച് കീറിയിട്ട് അഭിനയിക്കാൻ സമയം കിട്ടത്തില്ല ആർട്ടിസ്റ്റിന്. അതിനകത്തുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യും. അതുകൊണ്ടല്ല നമ്മൾ ആദ്യ സിനിമ വന്ന കാലത്ത് ഫുഡിനൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഹീറോയ്ക്ക് ചിക്കൻ, മറ്റേ ബീഫ്, അല്ലാത്തത് തൈര് സാധനം, പുളിയോദര, അങ്ങനെ. ഞാൻ പടമെടുത്ത് തുടങ്ങിയ കാലത്ത് ഹീറോ 11 മണിക്ക് ഒരു 6 ദിവസം കുടിക്കെങ്കിൽ യൂണിറ്റ് ബോയ്സ് വരെ കഴിച്ചു. അങ്ങനെ ഒരു ഇത്ര പൈസകൾക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. അവനവന്റെ ജോലിക്ക് സാലറി ഒരു വിശേഷം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സെറ്റിൽ പൈസ ഇത്തിരി കുറഞ്ഞാലും ഭക്ഷണം ഇത്തിരി കൂട്ടും. അതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. പൈസ തരാത്തവരുണ്ട്. ഈ സുരേഷ് കുമാർ ഒത്തിരി ഭയപ്പാടോടെ കാണുന്ന ഒരു മനുഷ്യനാണ്. പേരെടുത്ത് പറഞ്ഞില്ല. ഓക്കെ. അല്ല, എനിക്ക് നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങളുടെ ഈ തിരുവനന്തപുരം ബെൽറ്റെന്ന് നിങ്ങൾ പറയാം. ഞാൻ ഇനിയിപ്പോൾ വേറെ വല്ലതും പറഞ്ഞ കാര്യമില്ല. ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല നിങ്ങൾ ബെൽറ്റ് ഉണ്ടെന്ന്. അത് മാത്രമല്ല, നിങ്ങളെക്കുറിച്ചുള്ള ഈ സുരേഷ് കുമാറിനെ കുറിച്ച് കുറച്ച് കൂടുതൽ അറിയാവുന്ന ആൾക്കാർ അത് നായന്മാരുടെ ബെൽറ്റാണെന്ന് പറയുന്നത്. അങ്ങനെയുണ്ടോ? ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ബെൽറ്റ് എല്ലാം പാറ്റി പലരും എറണാകുളത്തൊന്നും ബെൽറ്റ് വാങ്ങി കിട്ടാൻ പലരും തിരുവനന്തപുരം ബെൽറ്റ് ഇപ്പൊ കിട്ടുന്നില്ല. ഇപ്പൊ ബെൽറ്റ് മാറിയുള്ള പക്കളായി ഓരോരുത്തരായിട്ട് തൊഴിൽ അപ്പൊ ഞങ്ങള് ശരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജാതി ചോദിച്ചല്ല, ഫ്രണ്ട്ഷിപ്പിന് ഒരു അല്ലാതെ പ്രിയനും ഞാനും അല്ലെങ്കിൽ മോഹൻലാലും ഒക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി ചോദിച്ചെങ്കിൽ നമ്മൾ NSS കരയോഗം ഉണ്ടായിക്കളാണ് പരിപാടിയാണ് ഞങ്ങൾ സിനിമയിലൊക്കെ നായന്മാരെ മാത്രമല്ല എല്ലാവരും. നമുക്ക് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. എന്റെ പേരിന്റെ പുറത്ത് ഞങ്ങളുടെ പേരിന്റെ പുറകിൽ വാലൊന്നും വെച്ചിട്ടില്ല. സുരേഷ് കുമാറിന്റെ അത് ഒന്നുമില്ലല്ലോ. അത് ചില സൂത്രപ്പണിയുള്ള സിനിമയിൽ അങ്ങനെ ജാതിയില്ല. കാരണം മോഹൻലാലിനെ കൊണ്ടുവന്ന ഫാസിലാണ്, മമ്മൂട്ടിയെ കൊണ്ടുവന്നത് എനിക്ക് വാസുദേവനാണ്. ഇത് തന്നെ നായന്മാര് തന്നെ രണ്ടെണ്ണം. ഒരുപാട് അല്ല, രണ്ടെണ്ണം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അറിയോ, അതിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള നായന്മാരുണ്ട്. അവർക്ക് ചെവി കൂടെ ഉണ്ടാവും. അതില്ല, സുരക്ഷിക്കില്ല, മണിയന്റെ കൊണ്ടുവന്നില്ല. മറ്റേ നായന്മാര് ചെവി രോമരഹിതരാണെങ്കിൽ അവർ സാധാരണ നായന്മാരാണ്. ഇത് നമുക്ക് പറ്റിപ്പോയതാണ്. വന്ന് ചേർന്നവരൊക്കെ പിന്നെ മനസ്സിലാക്കുന്ന ഇവരൊക്കെ നായന്മാരൊക്കെ അവരുടെ ബാക്കിയുള്ളവരൊക്കെ പറയാൻ തുടങ്ങി ഇവന്മാരെല്ലാം നായന്മാരുടെ ഒരു ഗ്രൂപ്പാണ്. അങ്ങനെയാണെന്ന് ഒരു അങ്ങനെ പേര് മൊത്തം പിടിച്ചു വാങ്ങിക്കുന്നു. തീർച്ചയായിട്ടും. അതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പ്രിയഞ്ചി കിട്ടിയൊരു ഭാഗ്യം എന്തറിയോ, നിങ്ങളുടെ പേര് പോലെ പ്രിയഞ്ചിയുടെ ജാതി മതമൊന്നും ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു. അതെങ്ങനെ പറ്റും? നിങ്ങൾ വിട്ടുപോയി. അഥവാ ആർക്കും അറിയത്തില്ല, പുള്ളി എന്നെ പറഞ്ഞ് പ്രശസ്തമാക്കുള്ളൂ. അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ വെറുതെ പറഞ്ഞപ്പോ നിങ്ങൾ മൂടൊക്കെ ഇല്ലല്ലോ. നിങ്ങൾ എന്നെ ചേർത്തിട്ടില്ല ഇപ്പൊ നായരെന്ന് പറയാം. അപ്പൊ ഞങ്ങളൊക്കെ കൂടി ഇവിടെ കൂടി അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി കഴിഞ്ഞ ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ കുറെ പേര് ഇവിടുന്ന് പോയി. ഇപ്പൊ പ്രിയനും ഇവിടുന്ന് ഉണ്ടായിരുന്ന വീടും വിട്ടിട്ട് പ്രിയനും പോവുകയാണ്. ഇനി പോന്നു. ആ പ്രിയൻ ഇവിടെ വിടത്തില്ല. അല്ലല്ല, ഓരോരുത്തരായിട്ട് പോയി അവസാനം ഒരാൾ കൂടെ പോവുകയാണ്. അല്ല, എനിക്ക് ചോദിക്കാൻ ഞാൻ എപ്പോഴും എറണാകുളത്ത്
ഇരുന്നുകൊണ്ട് ആലോചിച്ചു. ഞാൻ ഒരുപാട് കൊല്ലം തിരുവനന്തപുരത്ത് തന്നെ വളർന്നൊരാളാണ്. അതിന് നമുക്ക് ശരിക്കും ISR ഉള്ളതുകൊണ്ടല്ല നമ്മളിവിടെ തിരുവനന്തപുരത്ത് വളർന്നത്. ഒരു രസമോ അവിടെ ഇന്ത്യ മാത്രമല്ല നടക്കുന്ന നമ്മുടെ രാജഭരണത്തിന്റെ കീഴിൽ ജീവിച്ചുണ്ടാകുക നമുക്കൊരു വിധേയത്വം. ഒരാളെ കണ്ടു നമ്മൾ ഇങ്ങനെയല്ല പറയുന്നത് നമസ്കാരം. നമുക്ക് അങ്ങനെ ഒരു സംഭവം. അത് ഈ തിരുവനന്തപുരത്തുള്ള ആളുകളൊക്കെ ഒന്നൊന്നായിട്ട് കുഴിഞ്ഞു പോകുന്നത് വളരെ ആശങ്കപ്പെടുന്ന കാര്യം. അല്ല, പബ്ലിക്കായിട്ട് ബേസ് ഉണ്ടാക്കി പഴയ ആൾക്കാരെ അതിശയിക്കണം. പിന്നെ 2-3 പേര് പോയി. പൃഥ്വിരാജ് പോയി, മോഹൻലാൽ പോയി, എല്ലാവരും അല്ല, ഞാൻ തോന്നിയൊന്നതല്ല. ഈ ടെലിവിഷൻ സീരിയലുകൾ പരിപാടികളെല്ലാം തിരുവനന്തപുരത്ത് നിർമ്മിക്കും. സിനിമാ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ കൊച്ചി താമസിക്കുന്നതെന്ന് അറിയില്ല. ആ മണിമുല്ലയൊക്കെ ഇവിടെ ഉള്ളൂ. എല്ലാവരും കൊച്ചിയിലോട്ട് താമസം മാറ്റി. അപ്പം പ്രിയദർശനെ പോലുള്ള ആൾക്കാർക്ക് കൊച്ചി കയറിയാൽ തിരുവനന്തപുരത്ത് പിന്നെ ആരുണ്ടാവും സാർ? തിരുവനന്തപുരത്തുകാരെ ഇവിടെ ഉള്ളവരൊന്നും മോശക്കാരല്ലോ. തിരുവനന്തപുരം കേരളം തന്നെയല്ലേ? കേരളത്തിലുണ്ടാവും ഞങ്ങൾ മലയാളികൾ ആയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് താല്പര്യമില്ല. ഞങ്ങളൊക്കെ സ്ട്രോങ് ട്രിവാൻഡ്രം അഡ്വക്കേറ്റാണ്. ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. നമുക്ക് പിടിച്ചെടുത്താനൊക്കെ അവര് പോയാലും തിരുവനന്തപുരമായിട്ട് തന്നെ. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ജഗത്തിന്റെ പ്രശസ്തമായ ചില സിനിമകൾ അപ്പോൾ കിൽക്കൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ജഗതിയും ഞാനും തന്നെയായിരുന്നു വളരെ താമസാക്ഷി. അപ്പൊ ഇതുപോലെ ഈ സിനിമകളിൽ നിങ്ങളുടെ ഈ സൗഹൃദം ഈ അവരുടെ മുഴുവൻ കാര്യങ്ങളും തോർത്തി കൊണ്ടെടുക്കാൻ എത്ര ഉപകരിച്ചിട്ടുണ്ട് ആലോചിച്ച് നോക്കും. അപ്പൊ ലാലുമായിട്ടുള്ള സൗഹൃദം നിങ്ങൾ ഇണങ്ങി പിണങ്ങി ചെയ്ത് പ്രശസ്തനാണ് എനിക്കറിയാം. അതൊക്കെ ശരിയാണ്. മാത്രമല്ല നിങ്ങളുടെ ശത്രു നിങ്ങളുടെ നാവ് തന്നെ. ഇത് ഈ സുരേഷ് കുമാറിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാല് ഞാൻ ഒരു ശത്രുവിനെയും പുറത്തുണ്ടാകാൻ അനുവദിക്കില്ല. അത് തന്നെയുണ്ട്. അല്ല, ഞാൻ പറയാനുള്ളത് മോത്തോക്ക് തുറന്ന് പറയാം. ഭയങ്കര അപകടം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അല്ല, അത് പ്രായമായപ്പോ അതിനെക്കുറിച്ച് മാറ്റം ഉണ്ടായോ? ടെൻഷൻ യോഗ കാര്യം തരിക. 100ാമത്തെ സിനിമ നിങ്ങളെ കൊണ്ട് നിർമ്മിക്കണം ഞാൻ ഇങ്ങനെ അടിച്ചു. ഇനി ഇവന്റെ കൂടെ സഹിക്കേണ്ടി വരുമെന്നാണ് പ്രിയക്ക് സംശയം. അല്ല, ഇത് ഇന്നിപ്പോ അത് പറഞ്ഞുകൊണ്ട് പോകണം. അല്ലെങ്കിൽ ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് ഇവനെ ഞാൻ പിടിച്ച് നിർത്തുമായിരുന്നു. സോറി, ഇവൻ എഴുതാന്നൊക്കെ പറഞ്ഞു. ഒരു സൗഹൃദം വെച്ചിട്ടാണ് ഞങ്ങൾ ഇടാകൂടാന്ന് വെച്ച് നടക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ. അല്ലല്ല, അത് കുഴപ്പമില്ല. നിങ്ങളുടെ സൗഹൃദം നിങ്ങൾക്ക് അറിയുന്നതിനേക്കാളും നിങ്ങളുടെ നല്ല കഥകൾ, ഗീതകഥ ഞാൻ പറഞ്ഞു, നല്ല കഥകൾ ആൾക്കാർക്ക് അറിയാം. മോശപ്പെട്ട കഥ മരണാനന്തരം എഴുതിയാൽ മതി. അല്ല, ഞാൻ നിങ്ങളെ ഞാൻ ഉറക്കത്തിൽ വിളിച്ചോളൂ. ഒരാവശ്യമില്ലാത്ത പണിയാണെങ്കിൽ ഒന്ന് വിളിച്ചുണർത്തിയാൽ പ്രിയദർശൻ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പൂരിപ്പിക്കും? ഒറ്റ വാചകം. പ്രിയദർശൻ നിങ്ങളതൊന്ന് നിർവചിക്കണം. പ്രിയദർശൻ അല്ല, ഞാൻ പറഞ്ഞത് ഒരു ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയാണ്? അല്ല, എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനുള്ള അർത്ഥരാത്രി ഉപയോഗിക്കും. ഓക്കെ, ഞാൻ അങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ ചാടി ഇറങ്ങി ചാടിയാതെ പോയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ പൂച്ചയ്ക്കൊരു മൂക്ക് എനിക്കൊന്ന് നിങ്ങളുടെ സൗഹൃദത്തിൽ ആദ്യം ഉണ്ടായ സിനിമയാണ് അല്ലേ? ആ സിനിമയുടെ ഒരു നിർമ്മാണം ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ സൗഹൃദത്തിന്റെ ഒരു കാര്യം? ഞാൻ നിങ്ങളിൽ അസൂയയോടെ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ കൊല്ലത്തെ സൗഹൃദ പഴമയ്ക്ക് ശേഷമാണ് നിങ്ങൾ സിനിമ രംഗത്തേക്ക് വരുന്നത്. അല്ല, സിനിമയിൽ കണ്ട സുഹൃത്തുക്കളല്ല നിങ്ങൾ. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഗുണകരമായത്? തലമുറയ്ക്ക് പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ ആലോചിക്കുന്നത് എൻ്റെ കൂലി എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വേണ്ടിയിട്ട് ഞങ്ങൾ മദ്രാസിൽ ഇരിക്കുമ്പോൾ AVM സ്റ്റുഡിയോയുടെ ഒരു കസേരയിൽ ഞങ്ങൾ കൂടി എഡിറ്റിംഗ് റൂമിൻ്റെ വെളിയിൽ അന്ന് ശങ്കുണ്ണിയേട്ടനാണ് അതിൻ്റെ എഡിറ്റർ. അപ്പോൾ അതിൻ്റെ വെളിയിൽ ഇരിക്കുമ്പോൾ ശങ്കുണ്ണിയേട്ടനല്ല, അമ്മയാണ്. അപ്പോൾ അന്നാണ് പ്രിയൻ ഇതിൻ്റെ ഒരു ചെറിയൊരു ലൈൻ പറയും. അപ്പോൾ പ്രിയൻ ഡയറക്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പടമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ കൂലി എന്ന് പറഞ്ഞ പടം പൊട്ടി തകർന്ന് തരിപ്പണമായി നമ്മൾ പെരുവഴിയാവുന്ന ഒരു അവസരത്തിൽ ഞാൻ കൊല്ലത്ത് നമ്മുടെ തിരുവനന്തപുരം റെഡ്ഡിയാർ എന്ന് പറഞ്ഞ ഫൈനാൻസർ, അദ്ദേഹമാണ് തിരുവനന്തപുരമൊക്കെ നമുക്ക് ഫൈനാൻസ് ചെയ്തത്. കൂലിയും അദ്ദേഹമായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഇങ്ങനെ ഞാൻ അടുത്തൊരു പടം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ പടം ചെയ്യാനായിട്ട് അദ്ദേഹം പറഞ്ഞു അത് ആലോചിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ ആദ്യം പോയിട്ട് ഒരു ഈ കൂലിയുടെ സബ്സിഡി ഉണ്ടായിരുന്നു. 50,000 രൂപയാണ് സബ്സിഡി. ആ 50,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട്. അത് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ആലോചിക്കണം. അതൊന്ന് കൂടി നടന്ന് കാല് പിടിച്ച് സബ്സിഡിയൊക്കെ വാങ്ങിച്ചു. അതേപോലെ തന്നെ 50,000 രൂപ ഉണ്ടെങ്കിൽ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഈ പടത്തിന് ബാക്കി ഫൈനാൻസ് ചെയ്യുമെന്ന് പറഞ്ഞു.
അന്ന് ആ പടത്തിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, 7.5 ലക്ഷം രൂപയ്ക്കാണ് ആ പടം ചെയ്തത്. ഉച്ചക്കൊരു 30. അപ്പൊ അന്ന് പ്രിയ ഡയറക്ടർ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് തിരുവനന്തപുരം മലയാളം എൻ്റെ ഒരു ഒറ്റ കാര്യം പറഞ്ഞത്, പ്രിയൻ നന്നായിട്ട് എഴുതും. അന്ന് പ്രിയൻ 2-3 തിരക്കഥയൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ശശികുമാർ സാറിന്റെ ഡയറക്ടറായിട്ട് വെക്കാം. ഞാൻ പറയാൻ പറ്റുന്ന മലയാളം, ഞാൻ വാക്കുകൊടുത്ത് പോയതാണ്. മുതലാളി എന്നാണ് അദ്ദേഹത്തിന് പറയുന്നത്. ഇല്ല, ഞാൻ 50,000 രൂപ ശശികുമാറിന് കൊടുക്കാണ്. അന്ന് ശശികുമാർ സാറിന്റെ റെമ്യൂണറേഷൻ 50,000 അത് ഞാൻ തരാം. അപ്പം ഞാൻ പറഞ്ഞു അത് ശരിയാണ്, ഒന്നും കൂടെ ആലോചിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാൻ അന്ന് ശങ്കർ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളാണ് ശങ്കർ. അപ്പൊ ഞാൻ ശങ്കുവിൻ്റെ അടുത്ത് വന്നാൽ ശങ്കു ഇങ്ങനെയാണ്, അദ്ദേഹം ഇങ്ങനെ ഇതിൽ നിൽക്കുകയാണ്, നീ ഇവിടെ വാങ്ങുന്നത് ശങ്കറിനെ വിളിച്ചിട്ട് ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് ഇവിടെ പോയി കൊല്ലത്ത് പോയിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് ശങ്കറിൻ്റെ ഒരു കോൺഫിഡൻസ്, ശങ്കർ പറഞ്ഞു പ്രിയ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഞങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനം സമ്മതിച്ചു, അദ്ദേഹത്തിനെ കൊണ്ട് സമ്മതിപ്പിച്ചു. ആ പടത്തിന്റെ ആൽബം വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഈ ആൽബം ഒക്കെ തുറന്നു വെച്ചിട്ട് അതിൻ്റെ അകത്ത് നെടുമുടി വേണം സുമാരി ചേച്ചിയാണ്, കണ്ടവർക്കൊക്കെ അറിയാം, മെയിനായിട്ട് അവർ റോൾ അഭിനയിച്ചത്. അവിടെ ഒത്തിരി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരും, അവരെ വിളിച്ചിട്ട് പറയും പടം എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്, നെടുമുടി വേണം സുമാരിയാണ് ഹീറോ. അവസാനം ഈ പടം ഓടിക്കഴിഞ്ഞാൽ അതിന്റെ ഇത് കാണാനായിട്ട്, ഡബിൾ പോസിറ്റീവ് കാണാനായിട്ട് അദ്ദേഹം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വന്ന് എനിക്ക് അദ്ദേഹം തുടക്കം മുതൽ അവസാനം വരെ ചിരിക്കുക. അപ്പൊ അങ്ങനെ ആണ് ആ പടം ആദ്യം ആ പടം എടുത്ത് ഉടനെ തന്നെ അത് റിലീസ് ചെയ്ത് ഭയങ്കര സൂപ്പർ ഹിറ്റായി പോയി. അത് കഴിഞ്ഞൊരു 25 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ, 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഓടെ നിർമ്മാണം. ഓക്കെ, ഞാൻ പ്രിയസിലേക്ക് പ്രിയങ്കി നമ്മുടെ ഈ അന്നത്തെ ഒരുപക്ഷെ ഈ ഇരിക്കുന്ന ഈ സദസ്സിന് മിക്കവാർക്കും പരിചയമില്ലാത്തൊരു തിരുവനന്തപുരമായിരിക്കും അന്നുള്ളത്. കാരണം ഇപ്പം തിരുവനന്തപുരം ഒരുപാട് മാറി, പിഴിഞ്ഞൊക്കെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഗുണമായി, അന്തർദേശീയ തലത്തിലൊക്കെ അറിയപ്പെട്ടു തുടങ്ങി. ഒരു സായിപ്പ് തന്നെ ഒരു ദിവസം എന്നോട് ഒരു വേറൊരു രാജ്യത്ത് വെച്ച് ചോദിച്ചത്, ഈ അതിന് കേരളത്തെക്കുറിച്ച് അറിയില്ല, ഇന്ത്യയെക്കുറിച്ച് അറിയാം, കോവളത്തെക്കുറിച്ച് അറിയാം, ഇങ്ങനെ ഇന്റർനാഷണൽ ബീച്ച് ഉണ്ടല്ലോ, അതെവിടെയാണ്? അപ്പോൾ കോവളം കേരളത്തിലാണെന്ന് ഇന്ത്യയിലാണെന്ന് അറിയില്ല. അതേസമയം ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് മാറി. ഇപ്പം നമ്മുടെ ഈയിടെ നമ്മുടെ പെൻബോളിൻ്റെ ആദ്യത്തെ രാജഗോപാൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ UST ഗ്ലോബലും ഇൻഫോസിസും കിടക്കുന്ന ആ നാഷണൽ ഹൈവേയിൽ ഒരു വർഷത്തെ വാർഷിക വിറ്റ് വരെ 25,000 കോടി രൂപയാണെന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ ഓർമ്മ. തിരുവനന്തപുരത്ത് ഒന്നും ഇല്ലെന്ന് പറയുന്നവരോട് അദ്ദേഹം പറയുന്ന മറുപടിയാണ്. അത് ആൾക്കാർക്ക് ആർക്കറിയാം, ആ കഴക്കൂട്ടത്തിനടുത്തുള്ള എൻ്റെ 25,000 കോടിയുടെ കച്ചവടം ആനുകൂല്യം നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ നിങ്ങൾ ഇന്ന് തിരുവനന്തപുരത്തോട് മാറി, തലസ്ഥാനം മാറി. പത്മനാഭസ്വാമി ടെമ്പിളൊക്കെ ആളുടെ ആലോചന ലോകത്തിലെ ഏറ്റവും പൈസയുള്ള ഒരു ദൈവത്തിൻ്റെ സ്ഥലമാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങൾ ചവിട്ടിയെന്ന് ആലോചിക്കുമ്പോൾ അന്നത്തെ ട്രിവാൻഡ്രത്തിന്റെ ഒരു മഹത്വം നിങ്ങൾക്ക് അതിനൊരു നൊസ്റ്റാൾജിയോടെ ഫീൽ ചെയ്യുന്നു? ഇല്ല, ഞാൻ മുമ്പൊരു കാര്യം പറയാം. ഞാൻ നമ്മുടെ ഈ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാനും എൻ്റെ അടുത്തായിരുന്നു നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത്. നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പം നമ്മൾ എന്താ സംസാരിക്കുന്നത്? അവനത് നേരത്തെ പറയാൻ തന്നെ കുറച്ച് മതി. കാര്യം വെച്ചാൽ കൂടുതൽ നേരം ശ്രീകണ്ഠൻ സംസാരിച്ചു. എന്താ പേര്? നമ്മൾ തമ്മിലൊക്കെ ചെയ്ത സമയത്ത് ഈ പരാതി എല്ലാ ദിവസവും കേൾക്കും. ആ പണി 6 ഡിസ്ട്രിക്ട് ആണ്. 1 മണിക്കൂർ സമയത്ത് ചിലപ്പോൾ ഫിലിം പറഞ്ഞ പോലെ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. അപ്പോൾ എൻ്റെ ഒരാൾ ചോദിച്ചു, ഇതിൻ്റെ രഹസ്യം എന്താണെന്ന്. അവരെല്ലാം സംസാരിച്ച് കഴിച്ചിട്ട് പോയാൽ പിന്നെ എനിക്ക് പണിയാണ്. ശരി, ചോദിച്ചാൽ തിരുവനന്തപുരം എന്ന് പറഞ്ഞ ഓർമ്മ എന്താണ്? ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഓർമ്മ എന്ന് പറയുന്നത് ബാല്യകാലം ആണ് ഏറ്റവും വലിയ. ഈ ബാല്യകാലത്താണ് നമ്മളായി മാറുന്നത്. അവിടെ ഉണ്ടാകുന്ന ഒരു ക്യാരക്ടർ ഫോർമേഷനാണ് പിന്നെ ത്രൂ ഔട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അവിടെ ആ സമയത്ത് ഞാൻ സൈക്കിൾ ചവിട്ടാത്ത ഒരൊറ്റ വഴിയും തിരുവനന്തപുരത്തില്ല എന്നെനിക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ പറയാറുണ്ട്. എല്ലാ വഴിയും കാണാതെ അറിയാം തിരുവനന്തപുരം മുഴുവൻ സൈക്കിൾ, എല്ലാ ഊടുവഴി അറിയാം, എല്ലാ ഊടുവഴി എനിക്കറിയാം. കാര്യം ഒരു സൈക്കിളും മാത്രമേ ഉള്ളൂ കയ്യിൽ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു തിരുവനന്തപുരം ഇന്ന് ഞാൻ വരുമ്പോൾ എനിക്ക് ആ വഴിയൊന്നും മനസ്സിലാവുന്നില്ല. മാറിപ്പോയി, കംപ്ലീറ്റ് ആയിട്ട് തിരുവനന്തപുരം മാറിപ്പോയി. അതിനാണ് അപ്പം ഈ മാറ്റം മനുഷ്യരിലുമുണ്ട്,
അത് ഒരു പക്ഷേ വളർച്ച എന്ന് നമുക്ക് പറയാം അല്ലെ, ഒരു നഗരത്തിൻ്റെ വളർച്ച അത് അനുസരിച്ചുണ്ട്. പക്ഷേ നാം ഇപ്പോഴും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ പോയിരുന്നു, നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ അവിടെ പോയിരുന്നു. എനിക്ക് ഇപ്പോഴും പഴയ തിരുവനന്തപുരം എൻ്റെ മനസ്സിലേക്ക് അപ്പോൾ ഓടി വരും. അത് തന്നെയാണ്, അതാണ് നമ്മളിലെ വളർത്തിയ നഗരത്തിനോടുള്ള സ്നേഹം. അത് എന്നും മനസ്സിലുണ്ട്, അത് നമ്മൾ എവിടെ പോയാലും ഉണ്ടാവും. അത് എനിക്കെന്നല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവരവർ വളർന്ന കുട്ടിക്കാലം വളർന്ന സ്ഥലം അവരുടെ മനസ്സിലുണ്ടാവും. അത് ആർക്കും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സോ അത് തന്നെയാണ് തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തോടുള്ള നമ്മുടെ സ്നേഹം. കാരണം എനിക്കൊന്ന് പ്രിയങ്കി, നമ്മൾ തിരുവനന്തപുരം ഒരുപാട് മാറി, ഹൈവേ ഒക്കെ വന്നു, റോഡുകളൊക്കെ ആയി. മാത്രമല്ല ഇത്രയും കൂടുതൽ ഊടുവഴിയുള്ള ക്യാപിറ്റൽ സിറ്റി ലോകത്ത് വരെ നടക്കും. നമുക്കിപ്പോൾ സെക്രട്ടറിൻ്റെ അവിടെ സമരം നടന്ന 100 ഊടുവഴിയിലൂടെ നമുക്ക് സെക്രട്ടറിൻ്റെ അപ്പം കിടക്കാം. ഇതിവിടെ മാത്രമേ ആ ഊടുവഴി എല്ലാം പ്രിയങ്കി സൈക്കിളേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്ര നമ്മൾ മാറി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ തിരുവനന്തപുരം മാറി. അന്ന് പ്രിയങ്കി ഓടി നടക്കുന്ന ആ കോളേജ് കുമാരൻ്റെ കാലത്തും പ്രേമിക്കാൻ മ്യൂസിയത്തിലായിരുന്നു. ഇപ്പോഴും ഒരു മാറ്റമില്ല. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയും ഇവിടെ ഉണ്ടോ, മാതൃഭൂമിയിലോ? ഓക്കെ. അപ്പോൾ ആ മ്യൂസിയത്തിൽ അതിലുണ്ട്. മണിയമ്പിള്ളക്ക് ഈ നിങ്ങൾക്ക് മണിയമ്പിള്ള എന്നൊരു പേര് സമ്മാനിച്ചത് ബാലചന്ദ്രനാണ്. പക്ഷേ എനിക്ക് ചിലപ്പോഴൊക്കെ കേൾക്കുമ്പോൾ വലിയ പെട്ടെന്ന് ചില ആൾക്കാർ സിനിമാക്കാരെന്ന് സംസാരിക്കുന്നത് മണിയനോട് പറയാൻ നമുക്ക് മണിയാന്ന് ചോദിക്കും. അപ്പോൾ ഈ മണിയാ ഇങ്ങോട്ടോ എന്നൊക്കെ ആൾക്കാർ പറയുമല്ലോ. അപ്പോൾ ആദ്യം കേൾക്കും ചൊറിഞ്ഞു വരുമായിരുന്നോ? കാര്യം നിങ്ങൾക്ക് കിട്ടിയ അതാർക്കും അറിയത്തില്ല. അന്ന് ഹോട്ടലിലൊക്കെ താമസിക്കുമ്പോഴത്തേക്കും രാജു ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏത് രാജു? അന്ന് ക്യാമറ അസിസ്റ്റന്റ് പേര് രാജു, പ്രൊഡക്ഷൻ മാനേജറുടെ പേര് രാജു, പിന്നെ ഈ നടികളുടെ ഡ്രസ്സ് നടിക്കാനൊക്കെ ട്രൈ ചെയ്യാനൊക്കെ പയ്യന്മാരൊക്കെ പേര് വെച്ചാൽ രാജു. അപ്പൊ ഏത് രാജു? നമ്മുടെ മണിയമ്പിള്ളല്ലേ, അങ്ങനെ മണിയമ്പിള്ളയാണ്. പക്ഷേ എനിക്കൊന്നും ഒരു ക്യാരക്ടറിലൂടെ നമുക്ക് ഒരു ജീവിതം കിട്ടി എന്ന് മാത്രമല്ല, നമ്മൾ ആ ക്യാരക്ടറോട് അറിയപ്പെടുന്നു എന്ന് പറയുന്ന ഫിലിമില്ലേ, അതൊരു വലിയ സംഭവമാണ്. ഇപ്പം കുറച്ച് ശാന്തതയൊക്കെ വന്നല്ലോ ജീവിതത്തിൽ എന്നോ? ബുദ്ധിമുട്ട് വരുമ്പോൾ ശാന്തതയൊക്കെ വരും. അത് പൈസ ചാവാൻ വരുമ്പോഴാണോ? അതാണ് ഇപ്പൊ പൈസയൊക്കെ എങ്ങനെയാണ് അവസ്ഥ? പൈസ എണ്ണാൻ പറ്റുന്നില്ല, കാരണം സാധനമില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങളൊന്നാമത് ഇപ്പൊ നമ്മുടെ ഒരു നല്ല യുവനത്തിൽ നിങ്ങൾ കത്തി കയറുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോഴൊക്കെ നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ട് ഇതിനൊക്കെ എത്ര പ്രതിഫലമായിരിക്കും. ഒരാവശ്യമില്ല നമുക്ക് പ്രതിഫലമല്ല ഇതിന്റെ ഒരു ഘടകം. നമ്മൾ എപ്പോഴും സന്തോഷവാന്മാരായിരിക്കും. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ എങ്ങനെ ഹാപ്പി ഈ സമയം നിങ്ങളുടെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന ജീവിതം മറക്കില്ല. അല്ലാതെ ഇവിടെ ഇരുന്ന് ടെൻഷൻ അടിച്ച് വെള്ളം 5 പ്രാവശ്യം വളരെ എളുപ്പമല്ലേ? ഓക്കെ. അപ്പോ നിങ്ങളെ ഏതിൽ ചെന്ന് പെട്ടത് എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പൊ ബാലചന്ദ്രൻ തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് തന്നെ പോയി പെട്ടതാണോ? അങ്ങനെയല്ല, ഞാൻ സ്കൂളിലെ 2-3 ബെസ്റ്റ് ആക്ടറായിരുന്നു. ഓൾ ഇന്ത്യ എക്സിബിഷൻ വരുമ്പോഴത്തേക്കും അവിടെ മത്സരങ്ങൾ മുമ്പ് സ്ഥിരം ബാലചന്ദ്രൻ ഫസ്റ്റ് പ്രൈസ്, എനിക്ക് തേർഡ് പ്രൈസ്, ചിലപ്പോൾ കിട്ടൂടി തരുന്ന സെക്കൻഡ് പ്രൈസ് ഒക്കെ. അങ്ങനെയൊക്കെ ഇതിനു ശേഷം മദ്രാസിൽ ഒരു നാനയുടെ ലേഖനായിട്ട് വരുമ്പോൾ എന്നെ കണ്ടപ്പോൾ ഞാൻ ഒരു കാലത്ത് ഒരു സിനിമ ഡയറക്ടർ, അത് നീ ഹീറോ ആയിരിക്കും. അതിൻ്റെ പേര് പരമോന്നാണ് ആ ബുക്കിൻ്റെ പേര്. പുള്ളി 200 പേജ് ബുക്കിൽ എഴുതി വെച്ചത്. പക്ഷെ പുള്ളി ആദ്യം പടങ്ങൾ എടുത്തെങ്കിലൊന്നും ഞാൻ ഇതിനുണ്ടായില്ല. അവസാനം പിന്നെ ഒരു ദിവസം എന്നെ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത പടത്തിൽ നീയാണ് ഇത് മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള അവരുടെ പേരിട്ടത് മരിച്ച വേണുമാകവളിയാണ്. അങ്ങനെ ബാലചന്ദ്രനാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ജീവിതം. എന്നാൽ ജീവിതത്തിൽ ആദ്യം ഡാൻസ് വെച്ചത് ബെല്ലാൻ സ്റ്റുഡിയോയിലാണ്. പിന്നെ തിരുവനന്തപുരത്തുള്ള സ്റ്റുഡിയോ സുബ്രഹ്മണ്യ മുതലാളി വലിയ ആളൊക്കെ ഇരുന്നപ്പോൾ അപ്പോൾ കൃഷ്ണ ഇളമൺ എന്നുള്ള സൗണ്ട് റെക്കോർഡിസ്റ്റല്ല, അദ്ദേഹം പറഞ്ഞത് ഞാൻ ബെല്ലാൻ ചെന്നു. അന്ന് ഞാൻ 10th പഠിക്കുന്ന മോളസ്കൂളിൽ. അങ്ങനെ ഒരു ദിവസം ക്ലാസ് കിട്ടിയത് ബെല്ലാൻ ഷൂട്ട് ചെയ്തപ്പോൾ ദേവി കന്യാകുമാരിയുടെ ഷൂട്ടിലാണ്. പുള്ളി ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് എന്നെ കണ്ടത് ഞാൻ പറഞ്ഞത് സുധീർ കുമാർ സിനിമയിൽ അഭിനയിക്കുന്ന ആളുണ്ട്. നീ എത്ര പഠിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞ 10ാം ക്ലാസ്. പോടാ വെളിയെ പോടാ, വെളിയെ പോടാ. 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് നടിക്കുന്നുണ്ട്. പോടാ വെളിയെ. അതാണ് ആദ്യത്തെ അനുഭവം. ആണല്ലോ. പിന്നെ ഓടിച്ചുവിട്ട ആളെ പിന്നെ കണ്ടോ? അവരുടെ വലിയ ആൾക്കാരല്ല, കാണുമല്ലോ. പക്ഷെ അവരുടെയോ അവരുടെ മക്കളെയോ പറഞ്ഞൊന്നും അവരിക്കില്ല. അല്ല, കാരണം മോഹൻലാൽ ഈ ഒരു എക്സ്പീരിയൻസ് പറയാനായിരുന്നു. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അതൊരു ജീവിതത്തിലൊരു മോഡലാണ്. അദ്ദേഹത്തിന് ഓഡിഷൻ ടെസ്റ്റിൽ അന്ന് സിബിമലയിൽ 2 മാർക്ക് 100 കൊടുത്തോളം എന്ന് പറഞ്ഞു.
പിന്നെ അദ്ദേഹത്തിന്റെ 2 സിനിമകളുടെ 2 ദേശീയ അവാർഡുകൾ പ്രതികാരം കിട്ടിയിരുന്നു. അതൊക്കെ കാര്യം നമ്മൾ ചിലപ്പോഴേ അങ്ങനെയൊക്കെ ഒരു ഉണ്ടാവും. എൻ്റെ ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം. നമ്മൾ ഈ തിരുവനന്തപുരത്ത് ആകാശവാണി ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ പേര് പറയുന്നില്ല, ഞങ്ങളുടെയൊക്കെ ഒരു സ്വതന്ത്രനായ അണ്ണൻ, തിരുവനന്തപുരത്തെ പഠിക്കുന്ന ഒരു അണ്ണൻ അവിടെ എഴുതുന്ന ഒരു ഇംഗ്ലീഷ് യുവാണി ചെയ്യാൻ വന്ന ഒരു ചെറുപ്പക്കാരനായിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയ ചെറുപ്പക്കാരൻ വേഗത്തിൽ വിഷമിച്ച് നിൽക്കുക. അപ്പോൾ ഞാനൊരു ഇടനാക്കാരൻ ചെന്നിട്ട് പറഞ്ഞു, നമ്മൾ പുള്ളിയും വിളിച്ചു വെളിയിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ അണ്ണൻ ഇങ്ങനെ പറഞ്ഞോണ്ടൊരു കുഴപ്പം തരിക, നാളെ ഇതിന് ചിലപ്പോൾ മന്ത്രി വല്ലതും ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു ഇൻ്റർവ്യൂ എടുക്കാൻ പോകും. അപ്പോൾ അവൻ അകത്തുനിന്ന് മനസ്സിലാവുകയോ പണ്ടനെ ചീത്ത പറഞ്ഞു ആ 1 മണിക്കൂർ ഇരുത്തും നമ്മൾ. അതുകൊണ്ട് അണ്ണൻ കുറച്ച് പറഞ്ഞു. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരൻ എന്നെ ഫോൺ 4:45 വിളിച്ചുണർത്തിട്ട് ഞാൻ മനോരമ പത്രം വീട്ടിൽ വന്നു. അവർ വന്നിട്ടില്ല എന്നത് മാതൃമയായിട്ട് മനോരമയുടെ പേര് പറയാൻ പാടില്ല, പറയാൻ പറ്റത്തില്ല, ഭയങ്കര മനസ്സിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അന്ന് ഞാൻ ചീത്ത പറഞ്ഞില്ലേ ഇംഗ്ലീഷ് യുവാണിക്കാൻ അവൻ IAS കിട്ടിയോ, IAS കിട്ടിയോ, നമ്മൾ IAS കിട്ടി. ഇന്റർവ്യൂ എടുക്കാൻ തയ്യാറാക്കി മൈക്കൊക്കെ റെഡിയാക്കി വെച്ചു. 1 മണിക്കൂർ അതിൻ്റെ മുമ്പ് ഇരിക്കേണ്ടി വരും, ഉറപ്പാകുമോ? അന്നേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ചിലപ്പം അതാരാന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയാണ് നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്നു ഈ ഇംഗ്ലീഷ് യുവാണി ചെയ്യാൻ മതി. അതേ മറന്നു കാണും ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവം. അതുപോലെ നമുക്ക് ഈ മറ്റൊരു കാര്യം, ഈ 100ാമത്തെ സിനിമ പിടിക്കാൻ പോവാം. നമുക്ക് അതിനകത്ത് വേഷം വല്ലതും കാണുമോ? നമ്മുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു രാജുവിൻ്റെ റെക്കോർഡ് എടുക്കുമെങ്കിൽ ഏറ്റവും കൂടുതൽ സിനിമ രാജു അഭിനയിച്ചിട്ടുള്ള ഒറ്റ ഡയറക്ടർ എന്ന് പറയുന്നത് ഞാൻ തന്നെ. 33 സിനിമ ഞാൻ പ്രിയദർശിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇതിലും കൂടി തന്നെ ഹിന്ദിയിലോട്ട് പോകുന്നതുകൂടി നമ്മുടെ കഞ്ഞിയിൽ പാറ്റമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം ഹിന്ദി ബോംബെ പറയിച്ച നന്നായിരുന്നു. മണിപ്പള്ളി ജഗദീഷ് പറഞ്ഞിട്ടുണ്ട്. ജഗദീഷ് ഇന്നസെന്റ് അഭിനയിച്ചു. എനിക്ക് മലയാള സിനിമയിൽ ഹിന്ദി ജഗദീഷിനെ അഭിനയിച്ചു എന്ന് മാത്രമേ ഞാൻ ജഗദീഷിനെ സംഭവിച്ചത്. അവൻ എന്തും ചെയ്യും. ഷാറുഖ് ഖാന്റെ മുകളിൽ നിന്ന് സുഖമായിട്ട് ഹിന്ദി സംസാരിച്ചവൻ, അങ്ങനെ വളരെ സുഖമായിട്ട് ഹിന്ദി സംസാരിച്ച് ഒരു തെറ്റുമില്ലാതെ ഷോട്ടുകൾ അഭിനയിച്ചു. ഷാരൂഖ് ഖാനെ മനസ്സിലായോ? ഇല്ല, സൗത്ത് ഇന്ത്യൻ ആക്ടറാണെന്ന് അറിയാം. അല്ലല്ല, അതല്ല ചോദിച്ചു, ഹിന്ദി മനസ്സിലായോ? ഷാരൂഖ് മനസ്സിലായി. അല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കാണുമ്പോഴേ പുള്ളി ഇടയ്ക്ക് ഈ നിങ്ങളുടെ ജഗദീഷിന്റെ സിനിമയുടെ ആദ്യകാലത്ത് പുള്ളിയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. രാജു ശ്രദ്ധിക്കുന്നത് അറിയില്ല. അതായത് ഈ സിനിമാ നടനാണോ കോളേജ് പ്രൊഫസറാണോ വലുതെന്നുള്ളൊരു സംശയം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്ക് ഇതൊന്നും പ്രൊഫസറാണ്. അപ്പോൾ ഞാൻ MD കോളേജ് പ്രൊഫസറായിരുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് അതുകൊണ്ട് നമുക്കൊരു ബഹുമാനം തോന്നുന്നത് പുള്ളി പറയും ഞാൻ MCOM ഫസ്റ്റ് റാങ്ക്. അത് പറഞ്ഞു. പിന്നെ ഈ എന്താ പ്രശ്നം, ഇടയ്ക്കിടയ്ക്ക് ഈ ആൾക്കാർ ഈ ഇദ്ദേഹത്തിനെ പോലുള്ള ഡയറക്ടേഴ്സ് കാക്ക ദൂരി എന്നൊക്കെ അദ്ദേഹത്തെ കൊണ്ട് പറയിച്ചുകൊണ്ടാണ് ഈ MCOM ഫസ്റ്റ് റാങ്ക് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഇപ്പം നമുക്കറിയാം അതിനുശേഷി നിങ്ങൾ ഈ തിരുവനന്തപുരത്തെ ഈ സൗഹൃദ സ്ഥലത്ത് പക്ഷേ മലയാള സിനിമയുടെ ചരിത്രം എഴുതുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഈ സൗഹൃദ ബലം അവഗണിക്കാൻ പറ്റില്ല. ഒരു ഗവേഷകൻ തീർച്ചയായിട്ടും അന്വേഷിച്ച് വീട്ടിൽ വരും ഈ സുരേഷ് കുമാർ ആരെന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ സൗഹൃദ ബലത്തിൽ വില്ലന് വീട്ടിയ സംഭവങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ നാമത്തിൽ പ്രശ്നമായെങ്കിൽ ചോദിക്കുക, അടിയോ ഉടക്കോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുക. എന്തെങ്കിലും പറഞ്ഞല്ലേ ഒരടിയെങ്കിലും നടക്കണം ഷൂട്ടിംഗ് സ്ഥലത്ത്, ഒരടിയെങ്കിലും എന്തെങ്കിലും നടത്താം. അതൊരു രസമാണ്. ഞാൻ ഇഷ്ടംപോലെ തല്ലുണ്ടാക്കിയിട്ടുണ്ട്. കോളേജ് പഠിക്കുമ്പോൾ ഈ സിനിമയ്ക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? പിന്നെ അങ്ങോട്ട് തല്ലാൻ പോകുമ്പോൾ പിന്നെ അവർ നോക്കിക്കൊണ്ടിരിക്കും. അത് തല്ലാൻ പോവാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടൂല നമ്മൾ പ്രതീക്ഷിക്കണം. അത് പ്രതീക്ഷയൊക്കെ തല്ലാൻ പോയാ. ഓക്കെ, അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ തല്ലാൻ പോയിട്ടുള്ളൂ പലപ്പോഴും. എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഗാങ് എല്ലാം കൂടെ മോഹൻലാൽ നിങ്ങളെല്ലാം ചേർന്നിട്ട് പ്രിയദർശൻ അടിക്കാൻ തീരുമാനിക്കും, പ്രിയദർശൻ നിങ്ങളെ അടിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അതൊന്നും ഞാൻ മോഹൻലാൽ മാത്രമായിട്ടുള്ള പ്രശ്നം.
കോളേജ് സമയത്തുള്ള അടി നടന്നു. അത് അതുവരെ ബസ്സിൽ പോകുന്ന ഈ ബസ്സിൽ കോളേജിലുള്ള ബസ് യാത്രക്കിടെ യൂണിവേഴ്സിറ്റി കോളേജും MG കോളേജും തമ്മിലുള്ള തകരാറുകൾ അതൊക്കെ അതില് കക്ഷിരാഷ്ട്രീയം വല്ലതും ഉണ്ടായിരുന്നു? അത് ഉണ്ടായിട്ടാണ് ഒന്നുമില്ല. ഇല്ല. ചില പെൺകുട്ടികളുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അവരുടെ കാര്യം പറഞ്ഞാൽ ശരി. അതാണ് പ്രിയം പറഞ്ഞത്, ഇവിടെ സൈക്കിൾ ഓടി ഇവിടെ പോലും നടന്നു ഈ ഇടവഴി മൊത്തം എല്ലാം മുടുക്കുവഴി പോകും. സൈക്കിൾ ആരെങ്കിലും ഉണ്ടോന്ന് നോക്കി. പറഞ്ഞില്ല, നമ്മുടെ കാര്യം പറഞ്ഞില്ല. അത് കുഴപ്പമില്ല, പറഞ്ഞാൽ അല്ല. ആദ്യം ഞാൻ പറയാം, ഓരോ നാട്ടിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ പറയുമ്പോൾ ഒരു വൈമുഖ്യം കാണാൻ സാധ്യത. നിങ്ങൾ നല്ല ശുദ്ധനായ മനുഷ്യനായിട്ടോ സുരേഷ് കുമാർ. സിനിമ പിടിക്കും മാത്രമേ ഒത്തിരി കുഴപ്പം, ബാക്കി എല്ലാം ഇപ്പോഴും. അല്ല ഞാൻ ചോദിക്കുന്നത്, മോഹൻലാൽ അതേമായിട്ട് അടിപൊളിക്ക് വന്നിട്ടുണ്ടോ? അടിയുണ്ടാക്കിയിട്ടില്ല, ഞാൻ വഴക്കുണ്ടാക്കിയിട്ടില്ല. അത് ഇപ്പോഴും ഉണ്ടാവും. ഈ പൊതുവേ ലാലിനോട് ഞാൻ പണ്ടൊരു ഏഷ്യാനെറ്റ് എനിക്ക് ഒരു ഇന്റർവ്യൂ ചെയ്ത് കുറച്ച് കുഴപ്പമായിരുന്നു ലാലിനെ. അപ്പോൾ ചില സമയത്ത് പുള്ളി ഒരു മൗന വാത്മീകത്തോടൊക്കെ അടച്ചു മിണ്ടത്തില്ല. അപ്പൊ ഈ അദ്ദേഹത്തോട് അടി ഉണ്ടാക്കിയാൽ എങ്ങനെ മിണ്ടാതിരിക്കും? പുള്ളി എങ്ങനെ അറിയാം? വഴക്കൊണ്ട് ലാലിന്റെ ഇതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മനസ്സിൽ വെക്കും. അത് വെച്ചോണ്ടിരിക്കണം, പ്രതികാരം ചെയ്യും. കുറെ അതെടുക്കും, കുറച്ച് സമയം എടുക്കും അത് മാറാനായിട്ട്. പക്ഷെ അത് പിന്നെ അത് മറന്നു. പിന്നെ അതൊക്കെ അങ്ങ് മറന്നു. ആ കുറച്ച് സമയത്തേക്ക് അത് ഭയങ്കരമായിട്ട്. നിങ്ങൾ പിണങ്ങിയതിന്റെ മാക്സിമം ഡ്യൂറേഷൻ എത്ര? അതൊന്നും അങ്ങനെ അത്ര മിനിമം ഒരു 5-6 ദിവസം അത്ര. അല്ല, ഈ ഇതിനകത്ത് എപ്പോഴും എനിക്ക് നിങ്ങളുടെ അടിയിൽ സൗഹൃദത്തിന്റെ സ്ട്രോങ് ബലം ഉണ്ടാകും, ഫൗണ്ടേഷൻ ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായാൽ, പിണക്കം ഉണ്ടായിട്ടുള്ള നിമിഷങ്ങളിലൊക്കെ ഇതാരാ തീർക്കുക? നിങ്ങൾ പോയിട്ട് അലാരെ എന്ന് വിളിച്ചത് അതങ്ങനെ അതൊന്നും നമ്മൾ തമ്മിൽ തീർത്തില്ല. അങ്ങനെ തീർന്നു പോയി. ഞാനും പ്രിയനുമായിട്ട് എന്തുമാത്രം വഴക്കുണ്ടായിട്ടുണ്ട്, അതൊക്കെ അതിന് തീർന്നു പോകും, അത്രേ ഉള്ളൂ. വലിയ പ്രശ്നമൊന്നുമില്ല. ഒരാഴ്ചക്ക് മുമ്പ് മോഹൻലാല് സുരേഷ് കുമാറിന് പറയായിരുന്നു, ഇന്ന് എങ്ങനെയെങ്കിലും രാജ്യസഭ അംഗമാക്കണം. എന്തിന്? നിനക്ക് അവിടെ നിന്ന് ചീത്ത പറയാമല്ലോ. അത് ഞാൻ പറയുന്നത് നമ്മൾ തമ്മിലുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൊണ്ടല്ല. ഞാൻ പറഞ്ഞ തല്ലുണ്ടാക്കാൻ പോകുന്ന ഈ നമ്മൾ ഫിസിക്കലായിട്ട് തല്ലാൻ പോയിട്ടുണ്ട്. അത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇറങ്ങി തല്ലിയിട്ടുണ്ട്. അതൊക്കെ പണ്ട് മുതലുള്ള ഒരു സ്വഭാവമാണ്. പക്ഷെ ഇപ്പോഴും അതിന് കുഴപ്പമൊന്നുമില്ല. വേണ്ടിയുള്ള തല്ലുന്നുണ്ടെങ്കിൽ ഇറങ്ങി തല്ലും, അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ കായം ബലം എങ്ങനെ? ശാരീരിക ബലം, ശാരീരിക വയസ്സാവുന്നവരും കുറഞ്ഞു വരിക. ഒത്തിരി സൂക്ഷിച്ചാൽ കൊള്ളാം. നന്നായി. ഇപ്പൊ പ്രിയൻജി, ഈ നമ്മുടെ സിനിമയിൽ ഇങ്ങനെ നിർമ്മിച്ച സിനിമകൾ, ക്രിയേറ്റ് ചെയ്ത സിനിമകളില്ലേ, ഈ സാമ്പത്തികമായി തകർന്നു പോയ സിനിമകളുണ്ടോ? കൂടുതലും സക്സസ്ഫുൾ ആയ സിനിമകൾ. എന്നാലും അല്ല, ഞാൻ ചോദിച്ചതെന്നറിയാമോ, ഈ നിർമ്മാതാവിന്റെ കുപ്പായം കഴിയുമ്പോൾ ഈ സുരേഷ് കുമാർ വേറെ ആളാവണമല്ലോ. അപ്പൊ ചീത്ത വിളിച്ചോണ്ട് വരുമെന്ന് ചോദിച്ചതാ. അങ്ങനൊന്നുമില്ല. ചില പ്രശ്നങ്ങളുണ്ടാക്കാം. ഞാനിന്നൊരു കാലത്ത് പറഞ്ഞു, പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഫിലിമാണ് കിട്ടുന്നത്. അപ്പോൾ പൂച്ചക്കരി മൂക്കുത്തി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ 34 റീല്, 34 റോൾ ഫിലിം. അത് കഴിഞ്ഞപ്പോൾ ഒരു റോൾ കൂടെ കിട്ടണം ഒരു ക്ലൈമാക്സ്. എൻ്റെ അടുത്ത് പറഞ്ഞ് ഉള്ളത് വെച്ചാൽ ഞാൻ ഷൂട്ട് ചെയ്താൽ മതി. ഇത് എൻ്റെ ഇത്രേ ഉള്ളൂ. കരഞ്ഞിട്ടാണ് ഒരു റോഡ് മേടിച്ചത്. നിങ്ങളെന്തൊരു പൂരാച്ചിയാപ്പാ. അത് പറഞ്ഞുതരാം. ഞങ്ങള് കൂലി ഒരു സിനിമ എടുത്ത് പൊട്ടി അതിന്റെ ബാക്കി ഷൂട്ടിംഗ് ഉണ്ട്. ഞാനും പ്രിയനൊക്കെ മദ്രാസ് ലീലാളി എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം കയ്യിലിരിക്കുന്ന കാശൊക്കെ തീർന്നു. ഇപ്പം നിവർത്തിയില്ല. എനിക്ക് അന്ന് അവിടുത്തെ പരിപാടി എങ്ങനെയെന്ന് വെച്ചാൽ ഫിലിം പണയം വെക്കാൻ കൊണ്ടുപോയി. ഞങ്ങളുടെ കയ്യിൽ ഫിലിം മാത്രമുണ്ട്. ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ഫിലിം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് ബാക്കി ഷൂട്ട് ചെയ്യാനുള്ള ഫിലിമാണ്. അതുകൊണ്ട് പണയം വെച്ച് മാർവാടിയുടെ കാശ് വാങ്ങിച്ച് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് അത് ചോദിച്ചാൽ അതൊന്നും മനസ്സിലാവില്ല. അല്ല, ഒരു കൾച്ചറിന്റെ പ്രശ്നമുണ്ട്. അതായത് ഞാനും സുരേഷും കൂടെ എൻ്റെ മകനുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പം ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നത് സ്വാമീസ് ലാഡ്ജ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടേക്ക് പറഞ്ഞത്, അതായത് സത്യൻ മാഷ താമസിച്ചിരുന്നു, അസിസാർ താമസിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉള്ളപ്പോൾ തന്നെ ജോസ് പ്രകാശ്, ഭരതേട്ടൻ, ആലുകൂടൻ സാറ്, അങ്ങനെയുള്ള പല നമുക്ക് ഞങ്ങളെ സ്വാമീസ് ലാഡ്ജ് ചെല്ലുന്നതിൽ ഒരു രസമാണ്. ഇവരെയൊക്കെ കാണാമല്ലോ. നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അങ്ങനെ അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാം. ഇതെല്ലാം കഴിയുമ്പോൾ ലാലിവിടെ ഞാൻ ഈ ഇടയ്ക്ക് ഞങ്ങളവിടെ പോയിരുന്നു. അതിൻ്റെ ഒരു പിക്ചർ എടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്ന ഓർമ്മയില്ല, അറിയാമെന്ന് ചോദിച്ചു. ഇവൻ എന്നോട് പറയാണ്, ഇത് മുഴുവൻ കളിക്കും ഒരിക്കലും. ഞാൻ പറഞ്ഞു, ലാൽമാമയുടെ മുറി അതാണ്, സുരേഷ് ശങ്കറിൻ്റെ മുറി ഇതാണ്, എൻ്റെ
അവന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അയ്യോ, ഇങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എങ്ങനെ താമസിക്കും? അത് എന്താണെന്ന് വെച്ചാൽ ആ ലെവലിലുള്ള ഒരു ഇന്ന് വിശ്വസിക്കാനേ പറ്റില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്രയോ കാലം താമസിച്ചു. അന്നുള്ള നമ്മുടെ 10 രൂപയിൽ ഒരു ദിവസം താമസിക്കാൻ ഫീസ്. ഒരു മുറിയിൽ 3-4 പേരാണ് താമസിക്കുന്നത്. അശോക് പ്രിയൻ ഒരു വെടി കിടക്കും, ഞാനും കൂടെ ഒരു വെടി കിട്ടും. അപ്പം ഇതിൻ്റെയൊക്കെ പുറകിലൊരു നല്ല സ്ട്രഗിൾ ഉണ്ടായിരുന്നു. രാജു എൻ്റെ അടുത്ത് പലപ്പോഴും പറയുന്നുണ്ട്, ഈ നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കാര്യം വെറുതെ ഒരു ആഹാരം കഴിക്കാൻ ഒരു നേരം നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ വലിയ സന്തോഷമാണ്. ഈ സുരേഷ് കുമാർ എന്നെ കാണാൻ വന്നിരുന്നു. ഞാൻ ഫിലിം ഷൂട്ടിന്നൊക്കെ പാസ് ഇറങ്ങി വന്ന് ചോദിച്ചു, അവിടെ അഡ്മിഷൻ കിട്ടുമോ ഫോട്ടോഗ്രാഫിക്ക്? എനിക്കറിയാം കിട്ടില്ലെന്നറിയാം. നമ്മൾ കിട്ടും, അതിന് ചില വഴികളുണ്ട്. നമുക്ക് കോളേജിൽ നിന്നൊന്നും കഴിക്കാൻ പറ്റാതെ ഞാൻ വളച്ച് കൊണ്ട് കയറ്റിയിട്ട് കുറേ നാളൊക്കെ പൊതുവെയാണ് കോൺവെന്റിൽ കഴിക്കുന്നത്. 2 പൊറോട്ടയും ഒരു മുട്ടക്കറിയൊക്കെ വാങ്ങിച്ച് കഴിച്ചേക്കാൻ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു സയൻസ് ഗ്രൂപ്പ് എടുക്കണമായിരുന്നു. ക്യാമറ പഠിക്കണമെങ്കിൽ സയൻസ് ഗ്രൂപ്പ് എടുക്കണമായിരുന്നു. കിട്ടൂലെന്നാണ് അന്ന് പോയി സുരേഷ്. പിന്നെ അല്ല, ഇത് ഒരു കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് നമ്മൾ മൈക്ക് വിട്ട് കൊടുക്കുമ്പോൾ അതിന് ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ വേറെ അസുഖം തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അറിയുകയാണ്, കുറച്ച് അഭിനയം തുടങ്ങിയിട്ടുണ്ട്. കീർത്തിയോട് തോന്നി അസൂയ, അങ്ങനെ മോഹൻ സൈൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചിലപ്പോൾ അങ്ങനെ 100ാമത്തെ സിനിമയിൽ പ്രൊഡ്യൂസറായിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു നല്ല വേഷം ചെയ്തെന്ന് പറയാൻ സാധ്യത. എന്തായിരിക്കും തീരുമാനം? ഇല്ല, സ്വന്തം പടത്തിൽ റിസ്ക് എടുക്കില്ല. ഇല്ല, എന്റെ പടത്തിൽ അഭിനയിച്ചില്ല. 2 പടത്തിൽ 100ാമത്തെ സിനിമ എന്റെ പടത്തിൽ അഭിനയിച്ചു, അതുകൊണ്ടല്ലേ ഇപ്പൊ പറ്റൂല. മധു പറയുന്നുണ്ടല്ലോ, എങ്ങനെയുണ്ടായിരുന്നു മധുവിന്റെ പടത്തിൽ അഭിനയിച്ചു? സൂപ്പറായിരുന്നു. മധുബാല സാക്ഷ്യപ്പെടുത്തുന്ന ഗംഭീരമായിരുന്നു. ഏറ്റവും നല്ല റോൾ അഭിനയിച്ച മധുവിന്റെ പടത്തിൽ. അപ്പൊ നമ്മളിനി അവിടെ മൈക്കൊന്നും എനിക്കറിയില്ല, ഒരു 15 മിനിറ്റ് കൂടെ അല്ലേ മോളെ? 15 മിനിറ്റ് ഒരു 15 മിനിറ്റ്, 1 മണിക്കൂറാണ് ശേഷം 4 മണിക്ക് അവസാനിപ്പിക്കണമെന്നാണ്. അപ്പം 15 മിനിറ്റ് കൂടെ നിങ്ങൾക്ക് അവസരം ഉപയോഗിക്കാം. ഞാൻ ഇടപെടത്തില്ല, ചോദിച്ചത്. എന്റെ ചോദ്യം പ്രിയനങ്ങളുടെ അടുത്താണ്. സൗഹൃദം നഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് ഞാനിപ്പോൾ വളർന്നു വരുന്നത്. നമുക്ക് ഒരു വർഷം നമ്മൾ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരുടെ കൂടെയല്ല നമ്മൾ അടുത്ത വർഷം പഠിക്കുന്നത്. കൂട്ടുകാരെ എല്ലാ വർഷവും മാറ്റി ക്ലാസ്സിന്റെ ഡിവിഷനൊക്കെ ഷഫിൾ ചെയ്ത് 2 ഡിവിഷനിലാണ്. അപ്പൊ സൗഹൃദം നഷ്ടപ്പെടുന്ന ഒരു കാലമാണ്. അതേപോലെ പണ്ടത്തെ കാലത്തെ പോലെ നമുക്ക് വൈകുന്നേരം ഒന്നും പുറത്തു പോയി കളിക്കാനോ അങ്ങനെ ഒരു ഫ്രീഡം ഒന്നും ഈ ഒരു കാലത്തില്ല. അപ്പോൾ സാറിനെ പോലുള്ള സാറിനുള്ള ആ ഒരു ദശകങ്ങൾ നീണ്ട സൗഹൃദങ്ങൾ ഈ ഒരു തലമുറയ്ക്ക് കിട്ടുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ശരിക്കും കേൾക്കാൻ പറ്റും. ഒന്നും പതുക്കെ പാടില്ല. മോളെ, അത് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കുന്ന സൗഹൃദങ്ങൾ, അത് നമുക്ക് എത്രയോ വർഷം വേണമെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു ദിവസം കൊണ്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ ആ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അത് ഏറ്റവും. അത് വിട്ടുവീഴ്ച നടത്തി നമ്മൾ അങ്ങനെ പരസ്പരം ഒരു ധാരണയിൽ പോകുന്ന എത്ര വർഷം വേണോ കൊണ്ടുപോകും. ഞങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര കൊല്ലമായെന്ന് ആലോചിച്ചോ. ഇല്ല, മാത്രമല്ല ഒരു കാര്യമുണ്ട്, സൗഹൃദത്തിന് ഇത്രയും നേരം ഒരാളുടെ കൂടെ ചെലവാക്കണോ, ക്ലാസ്സിൽ അടുത്തിരിക്കണം. എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ അവരൊക്കെ ആയിട്ട് അന്നത്തെ സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നെങ്കിലും അതിന് എൻ്റെ ക്ലാസ്സിൽ, അതായത് സുരേഷിൻ്റെ ജൂനിയറായിട്ട് പഠിച്ചാണ്, രാജു എൻ്റെ സീനിയറായിരുന്നു. പക്ഷേ വേറൊരു ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടായെങ്കിലും എൻ്റെ അടുത്തിരിക്കുന്ന പലരെ എനിക്കിന്ന് ഓർമ്മയില്ല. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് 2 മനസ്സുകൾ, ഇപ്പം പ്രേമം പോലെയാണ്, 2 മനസ്സുകളുടെ ഇഷ്ടമാണ്. അത് പല രീതിയിലും നമ്മളോട് യോജിച്ചു പോകുന്ന ഒരു മാനസിക വ്യവസ്ഥയുള്ള മറ്റൊരാളുമായിട്ട് നമുക്ക് അറിയാതെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. സോ it may not happen in a classroom just because you are sitting next to somebody. ആ സൗഹൃദം എന്ന് പറയുന്നത് ഉണ്ടായി പോകുന്ന ഒരു സംഭവം, നമുക്ക് പ്ലാൻ ചെയ്യാനേ പറ്റില്ല. നിങ്ങളുടെ സൗഹൃദത്തിന് എത്ര കൊല്ലത്തെ പഴക്കമുണ്ട്? ഈ സൗഹൃദത്തിന് എത്ര കൊല്ലത്തെ പഴക്കമുണ്ട്? ഒരുപാട് 10-40 വർഷത്തെ തിരുവനന്തപുരത്ത് അങ്ങനെയാണ് നമുക്ക് ഈ 50 കൊല്ലം ആഘോഷിക്കും. അല്ല, അങ്ങനെ ആഘോഷിക്കേണ്ട കാര്യങ്ങളില്ല. നമ്മുടെ കൂടെ പലരും പോയി, പലരും. സോ ആഘോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിലുള്ള ആഘോഷമാണ്. അത് പുറത്ത് കാണിക്കുന്നതിനെക്കാട്ടിലും വലിയ ആഘോഷം. ഓക്കെ, ഞാൻ ഭാഗ്യം
അഡ്വക്കേറ്റാണ്, ഹൈക്കോടതിയിലാണ്. എൻ്റെ ഒരു ചോദ്യം ദർശനോടാണ്. എന്താ വെച്ചാൽ ഒട്ടും അതിശോക്തി ഇല്ലാതെ പറയാം, ഞാൻ എൻ്റെ ഒട്ടും അതിശോക്തി ഇല്ലാതെ പറയാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട സിനിമ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് 300 തവണയും കൂടുതൽ കണ്ട സിനിമയുണ്ട്. നിങ്ങൾക്ക് ആ സിനിമ പക്ഷേ ഒരു തിയേറ്ററിൽ പരാജയമായിരിക്കും. വെട്ടമാണ് ഇന്നും സത്യം പറഞ്ഞാൽ ടെൻഷൻ പറഞ്ഞാൽ ഞാൻ കാണുന്ന സിനിമ വെട്ടമാണ്. പക്ഷെ എൻ്റെ ചോദ്യം, ഇന്നത്തെ കാലഘട്ടത്തിൽ വെട്ടം പോലൊരു സിനിമ വീണ്ടും എടുത്തു കഴിഞ്ഞാൽ, അല്ലാതെ ഇപ്പൊ എല്ലാവരും പുതുക്കി കൊണ്ടുവരുന്നത് അതുപോലെ കൊണ്ടുവരുന്നത് എത്രമാത്രം വിജയ സാധ്യതയുണ്ട്, ഇപ്പോഴത്തെ തലമുറ എത്രമാത്രം അത്ര ഹാസ്യത്തെ കാണുന്നുണ്ട്, അതിനെ അംഗീകരിക്കുന്നു. വെട്ടം എന്ന സിനിമ ഒരു പരാജയമല്ല. ഇതിലെന്താണ് പറ്റിയത്, ഞങ്ങളുടേതായ ചില പ്രശ്നങ്ങളുണ്ട്. ആ സിനിമ രണ്ടാമത്തെ ആഴ്ച ഞങ്ങൾക്ക് നിർത്തേണ്ടി വന്നൊരു ചുറ്റുപാട് വന്നു. അതൊരു കേസ് വന്നതുകൊണ്ട് ഞങ്ങൾ ആ സിനിമ നിർത്തേണ്ടി വന്നു. ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ആ സിനിമ വളരെ നന്നായിട്ട് പിക്കപ്പായി വന്ന സമയത്താണ് ഞങ്ങൾക്ക് ആ സിനിമ നിർത്തുന്നത്. പിന്നെ ഈ വെട്ടം എന്ന് പറയുന്നത് സിനിമകൾ ഇന്നും വർക്കാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. റീ റിലീസ് ചെയ്താലും വർക്കാവും. അല്ലെങ്കിൽ ഇന്നത്തെ കാര്യം ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോഴെടുത്ത സിനിമകളല്ല, ഞാൻ നേരത്തെ എടുത്ത സിനിമകളിൽ നിന്നും ആൾക്കാർ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എൻജോയ് ചെയ്യുന്നു. ഇപ്പോഴത്തെ സിനിമ എല്ലാവരും സിനിമയ്ക്ക് വയസ്സാവുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എസ്പെഷ്യലി ഹ്യൂമറസ് ഫിലിം എപ്പോഴും ഇതാണ്. എപ്പോഴും നമുക്ക് ആളുകളെ പേടിപ്പിക്കാനും ഒരു കരയിപ്പിക്കാനും അല്ലെങ്കിൽ കൈകഴിപ്പിക്കാനും ഒക്കെ പറ്റുന്ന സിനിമകളുണ്ട്. പക്ഷേ ഏറ്റവും ഡിഫിക്കൽട്ട് ഒരാളെ ചിരിപ്പിക്കാനാണ്. അങ്ങനെയുള്ള സിനിമകൾ എടുക്കുന്നത്, ആ സിനിമ എടുക്കുന്ന സമയത്ത് എടുത്ത് അത് വലിച്ച ആളുകൾ ചിരിക്കുമ്പോൾ ആ സിനിമ എടുക്കുന്ന സമയത്ത് നമ്മളാരും ചിരിക്കാറില്ല. ഞാൻ ചിരിക്കാറില്ല. എന്ന് വെച്ചാൽ എൻ്റെ ടെൻഷനാണ് ഇവരുടെ ആൾക്ക് ചിരിക്കുമോ പറ്റുമോ ഇല്ലയോ. ആ ടെൻഷനാണ് ഞാൻ ചിരിക്കാറില്ല. പക്ഷേ സിനിമ കണ്ട് ആളുകൾ ചിരിക്കുമ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരും. ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ടു ഡു എ ഫിലിം ഇസ് എ കോമഡി ഫിലിം. പിന്നെ അത് എടുക്കുന്നവർക്ക് യാതൊരു വിലയില്ല. അതിൻ്റെ കുറേ ചിരിക്കാം, അത്രേ ഉള്ളൂ എന്ന് മറ്റേ ക്രിട്ടിക്കുകൾ പറയും. ബട്ട് ഇറ്റ്സ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട്. അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ളൊരു സിനിമയാണ് വേണ്ടത്. അത് ഞാൻ കണ്ടത് മാത്രമല്ല, ഒരുപാട് പേര് ഈ സിനിമയെക്കുറിച്ച് പറയുന്നുണ്ട്, എങ്ങനെ ഈ സിനിമ ഇത്രയും കുരുക്കിയെടുക്കാൻ പറ്റുന്നു. സോ ഇറ്റ് വാസ് എ വെരി കോംപ്ലിക്കേറ്റഡ് ഫിലിം. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ആ സിനിമയ്ക്ക് ഞങ്ങൾക്ക് ചെറിയ രീതി ഒന്ന് നിർത്തേണ്ടി വന്നു. അല്ല പ്രിയജി, വേറെ ഉണ്ട്. ആ സിനിമ ഹ്യൂമർ സിനിമ നിങ്ങൾ എടുത്തിട്ട് ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു ഡയലോഗ് ഉണ്ട് സാർ, വളിപ്പ എന്ന് പറയും. മറ്റേ സിനിമ ആ കുഴപ്പമില്ലേ എന്ന് പറയുന്നത് അതിനകത്തുണ്ട്. അപ്പൊ ഇനി അടുത്ത ആരാ പേര് പറയണേ, നിങ്ങൾ ആരാണെന്ന്? നമ്മുടെ സെക്യൂരിറ്റി ആണോ? മാതൃഭൂമിയുടെ ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ മൈ ഡാഡി ഈസ് എ ഹ്യൂജ് ഫാൻ ഓഫ് യു സർ. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ റീസെൻ്റ്ലി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, പ്രിയദർശൻ ഇൻസ്പയർ ചെയ്ത ഹോളിവുഡ് മൂവീസ്. അങ്ങനെ ഞാൻ കണ്ടൊരു പടമാണ് ചന്ദ്രലേഖ, വെൻ യു ആർ സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞൊരു പടത്തിന്, ചന്ദ്ര ബ്ലോക്കിൻ്റെ പടമാണ്. ഞാൻ ആ പടം വീട്ടിൽ കണ്ടു. സത്യം പറയുക, നമ്മളെ ന്യൂജൻ നാസി പറഞ്ഞൊരു ഉറക്ക തുള്ളിയാണ്. ആ പടമാണ് സാർ ചന്ദ്രലേഖ മലയാളത്തിലെ കൾട്ട് ക്ലാസിക് കോമഡി മൂവി ആക്കിയത്. നൂറും മാമയും കോണ്ടസേക്കാറും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഇതെങ്ങനെയാണ് ആ ഒരു സ്ലീപ്പിംഗ് പില്ലായ പടം എങ്ങനെയാണ് കൾട്ട് മൂവി ആക്കിയത്? അതെങ്ങനെയാണ് ബ്ലെൻഡ് ആക്കിയത് എന്ന് പറഞ്ഞു. ബേസിക്കലി നമ്മൾ പലരും പറയും അത് ആ സിനിമയിൽ നിന്ന് കോപ്പി ചെയ്താണ് ഈ സിനിമ. ചില സിറ്റുവേഷൻ നമ്മളെ ഇൻസ്പയർ ചെയ്യും. ഒരു സിറ്റുവേഷൻ മാത്രമാണ്. ആ വൈൽ യു ആർ സ്ലീപ്പിംഗ് എന്നുള്ള സിനിമയിൽ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു പെൺകുട്ടി, ദിവസവും ടിക്കറ്റ് എടുക്കാൻ വരുന്ന ഒരാൾ റെയിൽവേ ട്രാക്കിൽ വീഴുന്നത് കണ്ട് ആശുപത്രിയിൽ എടുത്തിട്ട് പോവുകയും ആ പെൺകുട്ടിയുടെ കുടുംബം, ആ പയ്യൻ്റെ കുടുംബം ഈ പെൺകുട്ടി അയാളുടെ കാമുകനാണ് തെറ്റിദ്ധരിക്കുന്നതാണ്. ഐ റിവേഴ്സ്ഡ്. പിന്നെ അതിലൊന്നും ഇല്ലാത്ത ക്യാരക്ടേഴ്സാണ് ബാക്കി മുഴുവൻ. മാമൂലായാലും അതെല്ലാം ഒരു തോട്ടിനെ ഇട്ടിട്ട് അതിൻ്റെ ചുറ്റും എന്താണ് പറയുക, മറ്റ് 2-3 ട്രാക്കുകൾ ഇട്ട് കുരുക്കുക. ഇതാണ് പൂച്ചയ്ക്കൊരു മൂക്കുത്തി ഞാൻ തുടങ്ങിയ പരിപാടിയാണ്. ഇത് എപ്പോഴും സക്സസ്ഫുൾ ആവില്ല. വെട്ടത്തിലും ചന്ദ്രലേഖയിലും പൂച്ചക്കരി മൂക്കുത്തിയിലും മാത്രമേ അത് സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. പക്ഷേ പല ട്രാക്കുകൾ കൊണ്ട് ചേർത്തിട്ട് ഈ ക്യാരക്ടേഴ്സ് മുഴുവൻ അവസാനം എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഉണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷൻ,
അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു പോളിസിയാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ആലോചിക്കുന്നത് ഈ സിനിമ എങ്ങനെ ആളുകൾക്ക് രസമായിട്ട് കാണിക്കാം. ഇത് നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ ചെയ്യുന്ന സിനിമ എന്നല്ല, പ്രൊഡ്യൂസറിന് കാശുണ്ടാക്കാനും ആളുകൾ കണ്ട് രസിക്കാനും വേണ്ടി സിനിമ ചെയ്യുമ്പോൾ അത് തിയേറ്ററിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് മാത്രം ഞാൻ ആലോചിക്കാറ്, മറ്റൊന്നും ഞാൻ ചിന്തിക്കാറില്ല. അതിനുശേഷം ആരംഭിക്കാൻ സമയമായതുകൊണ്ട് ഒരാൾക്ക് കൂടി മാത്രമേ അവസരമുള്ളതെന്നാണ് മാതൃഭൂമി മാനേജ്മെന്റ് തദ്വാര അറിയിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് സുബിനാണ്. ഞാൻ കാഴ്ചാപരിധി നേരിടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. ഇപ്പം എന്നെപ്പോലെ ഒട്ടും കാഴ്ചയില്ലാത്ത ആളുകൾ സിനിമകൾ ആസ്വദിക്കാറുണ്ട്. ഞാനിപ്പോൾ പ്രിയദർശൻ സാറിൻ്റെ സിനിമകൾ ഒക്കെ തന്നെ എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ ഈ മലയാളം സിനിമകളിൽ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതിലെ വിഷ്വൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് ഡയലോഗ്സിലൂടെയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൂടെയൊക്കെയാണ് സന്ദർഭങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പരിധി വരെ ഇതൊക്കെ സാധ്യമാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ വിഷ്വൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അതേസമയം ഡെവലപ്ഡ് ആയിട്ടുള്ള പല നേഷൻസിൽ, ഇപ്പോൾ USA, UK പോലുള്ള രാജ്യങ്ങളിൽ കൃത്യമായിട്ട് എന്താണ് വിഷ്വൽ എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന സംവിധാനങ്ങൾ, ഓഡിയോ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ മലയാളത്തിലെ 1-2 സിനിമകളിൽ, കിഷ്കിന്ദ പോലുള്ള സിനിമകളിൽ ഇത് പരീക്ഷിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഇനി ഉണ്ടാകുന്ന സിനിമകളിൽ വരണം എന്നുള്ളൊരു ഒപ്പീനിയനും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു 3 പേരുടെ ഒരു അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ. അത് ഈവൻ സെൻസർ ബോർഡ് അത് ഇൻസിസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഫോർ പീപ്പിൾ ഹു. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ സിനിമകളിൽ പണ്ടിട്ടില്ല സബ് ടൈറ്റിൽ ഇടുമ്പോൾ ഡോഗ് ബാർക്കിംഗ് അല്ലെങ്കിൽ ഡോർ ഓപ്പണിംഗ് എന്നൊക്കെ സബ് ടൈറ്റിൽ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യം ദാറ്റ് ഈസ് ഫോർ ദ പീപ്പിൾ ഹു കനോട്ട് ഹിയർ. സോ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം ഇമ്പോസ് ചെയ്യാനായിട്ടുള്ള തോട്ടുണ്ട്. അത് എൻ്റെ മാത്രമല്ല, പൊതുവേ സിനിമയിലേക്ക് അത് കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്തയുണ്ട്. സെൻസർ ബോർഡ് വരെയൊക്കെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ടാവും, നമുക്കുണ്ടാവും. ഓക്കെ, താങ്ക് യു. നമുക്കിനി ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അടുത്ത കൊല്ലം നടക്കുവാണെങ്കിൽ നമുക്ക് അന്ന് നോക്കാം. ഒരു കാര്യം കൂടി, നമ്മുടെ സുരേഷ് മറുപടി പറഞ്ഞാൽ മതിയാവും. ആ ചോദ്യത്തോടെ നമ്മൾ അവസാനിപ്പിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങളുടെ ബെൽറ്റാണോ ഏത് വാക്ക ഉപയോഗിക്കുന്നത്? ബക്കിൾ, തിരുവനന്തപുരം ബക്കിൾ. ഈ ബക്കിളിന് ശേഷം ഇപ്പൊ പുതിയ ബക്കിളും ബെൽറ്റും ഉണ്ടാകും. ഇപ്പൊ വിനീത് ശ്രീനിവാസൻ, നിവിൻ പോളി, ഇവരൊക്കെ ഒരു ബെൽറ്റാണ് നടന്നത്. സുരേഷിക്ക് ഇത്തിരി ബന്ധമുണ്ടല്ലോ അവരുമായിട്ട്. അപ്പം അവരുടെ ബക്കിൾ നിങ്ങളുടെ ബെൽറ്റും എങ്ങനെയുണ്ട് ഡിഫറൻസ്? അല്ല, നമ്മുടെ ബെൽറ്റ് കണ്ടുപിടിച്ചാൽ അവരൊക്കെ ഇതുമായിട്ട് ഇറങ്ങിയിരിക്കണം. അത് നന്നാവും. അത് നന്നാവണം. തീർച്ചയായിട്ടും അവരൊക്കെ ഒരുമിച്ച് ഇതുപോലെയുള്ള ഫ്രണ്ട്ഷിപ്പ് എക്കാലത്തും ഉണ്ടാവണം, അത് തുടരണം. അത് എനിക്ക് ഇപ്പോഴത്തുള്ള ചെറുപ്പക്കാരോടുള്ള ഒരു ഇതും കൂടാണ്, അവരോടുള്ള ഒരു ഉപദേശം കൂടാണ്. അത് ഒരിക്കലും നിങ്ങൾ മുറിച്ചു കളയരുത്. ഇത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകണം. ഉള്ള കാലം ഉണ്ടാവണം. അതായത് ഞങ്ങളൊരു വഴി വെട്ടി ഒരു സ്ഥലത്തോട് നിർത്തിയിരിക്കുകയാണ്. ഇതായി ഇവിടെ ഇരിക്കുന്ന യങ് ഫിലിം മേക്കേഴ്സ് അവരിനി മുമ്പോട്ട് നാഷണൽ ഹൈവേ ആക്കി പോകട്ടെ. മണിപ്പൂരാക്കി എന്ത് ചെയ്യും? എനിക്ക് പറയാൻ വേറൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ച ജോലി നമുക്ക് കിട്ടാറില്ല. ഞങ്ങൾ കുട്ടിക്കാലത്ത് സിനിമയിൽ വേണമെന്ന് ആഗ്രഹിച്ചു, അത് ഇതുവരെ നടന്നു. അതുപോലെ നിങ്ങളുടെ അഭിലാഷങ്ങളും പൂർത്തീകരിക്കപ്പെടട്ടെ. Thank you, my dear audience. Thank you, Priyadarsan. Thank you, Suresh Kumar. Thank you, Manipura Raju. Thank you, Madhurika. Thank you, sir. Team Trivandrum എന്ന ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇവര് ടീം ട്രിവാൻഡ്രം എന്ന് ചുരുക്കണ്ട, ടീം കേരളമാണ്, ടീം മലയാള സിനിമയാണ്. ഒരുപാട് സ്നേഹം മാതൃഭൂമിയുടെ. നമ്മുടെ അതിഥികൾക്ക് മാതൃഭൂമിയുടെ സ്നേഹോപഹാരം സമ്മാനിക്കാനായി ഈ സെഷന്റെ സ്പോൺസേഴ്സ് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ്,